നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് സർവകക്ഷി യോഗമാണ് കേരളത്തിൽ നടന്നത്. BJP ഒഴികെ എല്ലാവരും ഇതിനെതിരായ കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തെ, പ്രതിഷേധത്തെ കേന്ദ്ര സർക്കാരിൽ പ്രതിഫലിപ്പിക്കണം എന്ന പൊതുവികാരത്തിലായിരുന്നു. നിയമസഭയിലേക്ക് ഇത് സംബന്ധിച്ചൊരു പൊതുപ്രമേയം വരാൻ പോകുന്നു. പതിറ്റാണ്ടുകളായി കേരളത്തിന് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളെ ഇതുവരെ അംഗീകരിച്ചും ഉൾക്കൊണ്ടുമായിരുന്നു പോയിരുന്നത് എങ്കിൽ ആ വിമാനത്താവളം അതെല്ലാം വിട്ട് അദാനി ഗ്രൂപ്പിലേക്ക് മാറുന്നു. നിയമപരമായി നിലനിൽക്കുന്ന കേസുകൾ അതിൽ തീർപ്പ് വരും മുമ്പ് തന്നെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന കത്തിടപാടുകൾ, ഇടപെടലുകൾ, ബദൽ നിർദ്ദേശങ്ങൾ, കേരളത്തിൻ്റെ ഈ അദാനി ഗ്രൂപ്പ് ബിഡ് ചെയ്തെടുത്തു എന്ന് പറയുന്നതിനെ മാച്ച് ചെയ്ത് അതിനെ കവർ ചെയ്തു പോകാൻ കഴിയുന്ന കേരളത്തിൻ്റെ സന്നദ്ധത, ഇത്തരം നിർദ്ദേശങ്ങളും അപേക്ഷകളും എല്ലാം നിലനിൽക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തെ മറികടന്നുകൊണ്ടുള്ള ഈ പോക്ക്, ഇതിലാണ് വലിയ വിമർശനം, പ്രതിഷേധം ഉയരുന്നത്. ഇതാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നത്. മലയാളിയുടെ സ്വത്ത് തീരെഴുതുമ്പോൾ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി, ഈ ചർച്ചാ വിഷയമായി കടന്നു വരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ മന്ത്രി സ്പീക്കർ ശ്രീ M. വിജയകുമാർ, ഈ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ നിരന്തരം ഇടപെടുന്ന, അതിൻ്റെ എല്ലാ കാലത്തെയും നടപടിക്രമങ്ങൾ, അതിൻ്റെ പ്രതിഷേധം, അതിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ചർച്ചകളിൽ പങ്കെടുക്കുന്ന, കാര്യങ്ങൾ നീക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ BJP വക്താവ് സന്ദീപ് വാചസ്പതി ചേരുന്നുണ്ട്. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ അല്പസമയത്തിനകം ചർച്ചയിലേക്ക് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ബിസിനസ് കാര്യ മാധ്യമപ്രവർത്തകൻ, സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫും ചർച്ചയിലേക്ക് വരികയാണ്. ഇതൊക്കെയാണ് ഇന്ന് ഇതിൻ്റെ ഈ ചർച്ചയുടെ ഒരു പൊതു പശ്ചാത്തലം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ, ഈ ചർച്ചയുടെ ഭാഗമായി ഉയരുന്ന ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ സ്വത്ത് തീരെഴുതാമോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യമായി ഈ ചർച്ചയിൽ ഉയർന്നു വരിക. ഈ വിമാനത്താവളത്തിൻ്റെ ആദായം കൊണ്ടുപോകേണ്ടത് അദാനിയാണോ? കേരളത്തിൻ്റെ താല്പര്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിക്കാമോ? സ്വകാര്യവൽക്കരണം കൊള്ളയടിയാകാമോ? ഈ ചോദ്യങ്ങളാണ് ഉയർന്നു വരാൻ ഇടയുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളാവും നമ്മുടെ ഈ ചർച്ചയിലെ അതിഥികൾ പങ്കുവെക്കുക. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഒന്ന് നോക്കി ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. ലൈഫ് മിഷന്റെ മറവിൽ UAE കോൺസുലേറ്റ് ജീവനക്കാരൻ ഖാലിദ് മുഹമ്മദ് കമ്മീഷൻ കൈപ്പറ്റിയെന്ന കൈരളി TV വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തൽ തെറ്റാണെങ്കിൽ കേസ് കൊടുക്കാമല്ലോ എന്നാണ് നിയമമന്ത്രി AK ബാലൻ ഇന്ന് പ്രതികരിച്ചത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കമ്മീഷൻ വാങ്ങിയെങ്കിൽ സർക്കാർ ഉത്തരവാദിയല്ല. കമ്മീഷൻ പറ്റിയവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും AK ബാലൻ. കോടതി ലക്ഷ്യക്കേസിൽ മാപ്പു പറയില്ലെന്ന് പ്രശാന്ത് ഭൂഷൺ. കോടതിയിൽ നിന്ന് ഔദാര്യം വേണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ. പരാമർശം പിൻവലിക്കാൻ പ്രശാന്ത് ഭൂഷണ് 2 ദിവസത്തെ സമയം നൽകുകയും ചെയ്തു സുപ്രീം കോടതി. സംസ്ഥാനത്ത് ഇന്ന് 1968 പേർക്കാണ് കോവിഡ്. 1737 പേർക്ക് സമ്പർക്കത്തിലൂടെ. 6 ജില്ലകളിൽ 100-ലധികം രോഗികളുണ്ട്. 9 മരണം. ഇന്ന് 1217 പേർക്ക് രോഗമുക്തി. ഇതാണ് ഈ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി മുന്നോട്ട് വെക്കാനുള്ളത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ, തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ഒരു പൊതു സാഹചര്യമാണ് ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ തന്നെ പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളം, അതിൻ്റെ പ്രസക്തി, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ഉണ്ട്. എന്താണ് തിരുവനന്തപുരം വിമാനത്താവളം? എന്താണ് അതിൻ്റേതായ പ്രത്യേകതകൾ? ഏത് തരത്തിലാണ് കേരള സർക്കാരിന് പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനം ഈ വിമാനത്താവള നടത്തിപ്പിനുണ്ടാവണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണേണ്ടതുകൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് നോക്കാം. 170 കോടി രൂപ പ്രതിവർഷം ലാഭം ലഭിക്കുന്ന വിമാനത്താവളമാണ്. വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയും ലാഭത്തിൽ പോവുകയും ചെയ്യുന്ന വിമാനത്താവളമാണ്. ഏതെങ്കിലും ഒരു പുതിയ വിമാനത്താവളമല്ല. ആ നിലയിൽ പതിറ്റാണ്ടുകളായി അങ്ങനെ തുടർന്നു പോകുന്ന ഒരു സംവിധാനത്തെയാണ് സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകിയിട്ടുള്ളത് 635 ഏക്കർ ഭൂമിയാണ്. 635 ഏക്കർ ഭൂമി പല തലങ്ങളിൽ സൗജന്യമായി നൽകിയിട്ടുള്ള ഭൂമിയുണ്ട്. ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഭൂമിയുണ്ട്. അതൊക്കെയാണ്. അതിൽ തന്നെ പുതിയ ടെർമിനലിന് 23.57 ഏക്കർ ഭൂമി സൗജന്യമായി തന്നെ കൈമാറിയിട്ടുണ്ട്.
വിമാനത്താവള അതോറിറ്റി കമ്പനിയായി മാറിയാൽ സൗജന്യ ഭൂമിയുടെ വില സംസ്ഥാന ഓഹരിയായി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റായി മാറ്റും എന്ന ഉപാധി നേരത്തെ തന്നെ ഉള്ളതാണ്. അത്തരം ഉറപ്പുകൾ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉറപ്പുകൾ എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ ഉറപ്പുകൾ നോക്കാം. 2003 തന്നെ കേരളം നൽകിയ സംഭാവനകൾ ഇക്കാര്യങ്ങളിൽ ആകെ പരിഗണിക്കുമെന്ന് 2003 തന്നെ വ്യോമയാന മന്ത്രാലയം രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അത്ര പഴക്കമുള്ള ഒരു ഉറപ്പ് നിൽക്കെയാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കേരളത്തിന് പങ്കാളിത്തമുള്ള പ്രത്യേക ഉദ്ദേശ കമ്പനി രൂപീകരണം ആലോചിക്കാം എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഇതിനുവേണ്ടി രൂപീകരിക്കുന്ന ഒരു കമ്പനി, ആ രൂപീകരണം ആലോചിക്കാം എന്നൊരു വാഗ്ദാനം നിലവിലുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചില ഉറപ്പുകൾ കൂടി ലഭിച്ചിട്ടുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യം പരിഗണിക്കാമെന്ന ഉറപ്പ് കൂടി ലഭിച്ചിരുന്നതാണ്. അതുപോലെ ടെൻഡറിൽ അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച തുകയേക്കാൾ കൂടുതൽ തുക നൽകാനുള്ള അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യാനുള്ള സന്നദ്ധത സംസ്ഥാനം രേഖാമൂലം തന്നെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ്. 2019 ഓഗസ്റ്റ് 1 മുഖ്യമന്ത്രി വ്യോമയാന മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ അനുകൂല മനോഭാവവും നിലപാടുമാണ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയതും പ്രഖ്യാപനം ഉണ്ടായതും. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ. ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് നേരിട്ട് ഈ ചർച്ചയിലേക്ക് വന്നാൽ ശ്രീ എം വി ജയകുമാർ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുവികാരം പങ്കുവെക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ അടിസ്ഥാനപരമായി വരുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ യാത്രക്കാരാണ്, നമ്മുടെ സ്റ്റേറ്റ് പ്രൈഡാണ്. ആ നിലയിൽ നിൽക്കുന്ന ഒരു വിമാനത്താവളത്തെ അതിനൊരു വിലയും കൽപ്പിക്കാതെ തീറെഴുതുന്നു എന്ന നിലയിലേക്കും മാറുകയാണോ? അതിലാണ് ഒരു വലിയ എതിർപ്പും പ്രതിഷേധവും ഉള്ളത്. അത് വിമാനത്താവളത്തെ കൂടുതൽ നന്നാക്കാനാണ്, ഇതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കും, വികസനമുണ്ടാകും തിരുവനന്തപുരത്തിന് എന്ന നിലയിലുള്ള മറുവാദവുമുണ്ട്. എന്തൊക്കെ തരത്തിലാണ് വലിയൊരു പ്രതിഷേധം ഈ കേന്ദ്ര നിലപാടിനോട് നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളത്? ശ്രീ ശരത്ത് ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇതൊരു വെറും വിമാനത്താവളത്തിൻ്റെ കൈമാറ്റമല്ല. വാസ്തവത്തിൽ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൈതൃക സ്വത്താണ്. വേണമെങ്കിൽ അതിനെ ഒരു ചരിത്ര സ്മാരകം എന്ന് വിശേഷിപ്പിക്കാം. 935 അന്ന് കേരളമില്ല, ഇന്ത്യയില്ല, ഇന്ത്യ പോലുമില്ല, കേരളമില്ല. അന്നാണ് അന്നത്തെ നാട്ടുരാജ്യത്ത് ഈ ഒരു വിമാനത്താവളം ഉണ്ടാകുന്നത്. 935 32 അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു, 35 ഓപ്പറേഷനായി. അത് ഈ ജനാധിപത്യ വെച്ചാൽ സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തോടുകൂടി മഹാരാജാവ് ഈ വിമാനത്താവളം സ്റ്റേറ്റിന് കൈമാറുമ്പോൾ അദ്ദേഹം വച്ച ഒരേ ഒരു നിബന്ധന, ഒറ്റ കാര്യമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, ഇത് കൈമാറുന്നു. എന്നാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം 2 തവണയാണ്, 6 മാസത്തിലൊരിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിമാനത്താവളത്തിനുള്ളിൽ അതിൻ്റെ റൺവേയിൽ കൂടിയാണ്. അത് ആചാരപരമായ ശ്രീ പത്മനാഭസ്വാമിയുടെ ആചാരപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ശംഖുമുഖത്ത്. അത് അനുവദിച്ചുകൊണ്ട് വിമാനത്താവളം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കവനൻറ്റിൽ തന്നെ, ആ കവനൻറ്റ് നോക്കിയാൽ അറിയാം, കവനൻറ്റിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ശ്രീ വിജയകുമാർ, അത് ഇനി വരുന്ന അദാനി ഗ്രൂപ്പ് ഇനി 1 അല്ല 2 അല്ല കൂടുതൽ സമയത്തും അത് അംഗീകരിക്കാൻ, ആ ആചാരത്തെ അംഗീകരിക്കാൻ തയ്യാറായി വന്നാൽ പ്രശ്നം തീരുമോ? ഒരിക്കലും തീരില്ല. അതങ്ങനെ തീരുന്നതല്ലോ. അത് ആ ഒരൊറ്റ പ്രശ്നത്തിലാണോ? അല്ലെങ്കിൽ അതാണ് ഇന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞത്, അങ്ങനത്തെ വലിയ ആധി CPM-നോ കേരള സർക്കാരിനോ ഉണ്ടാവേണ്ട കാര്യമില്ല, അങ്ങനെ ആധി മുൻപ് ഇക്കാര്യങ്ങളിൽ എടുത്തിട്ടുള്ളവർ തന്നെ അത് നോക്കിക്കൊള്ളാം എന്ന നിലയിലാണ് അദ്ദേഹം അതിന് മറുപടി. മുരളീധരൻ്റെ ഇന്നത്തെ വാദം ഞാൻ കേട്ടു, വളരെ വിചിത്രമായിരിക്കുന്നു. 2018 ഡിസംബറിൽ ഈ വിമാനത്താവളം ഇതേപോലെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരു നേതാവാണ് ശ്രീ വി മുരളീധരൻ. അത് മനസ്സിലാക്കണം.
അദ്ദേഹവുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നോട് നേരിട്ടും കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് നാടിൻ്റെ പൊതുസ്വത്താണ്, ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ നിലനിർത്തണം എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആൾ ഇപ്പോഴെന്താ? അന്ന് ശ്രീ മുരളീധരൻ 2018 നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമല്ല, അദാനിക്ക് വേണ്ടിയിട്ടുള്ള വക്കാലത്താണ് അദ്ദേഹം. വളരെ ഫലപ്രദമായിട്ട് ഞാൻ അതിശയിച്ചു പോയി. ഒരു വലിയ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പോലും ഇത്രയും ഭംഗിയായിട്ടൊരു കോർപ്പറേറ്റിന് വേണ്ടി വാദിക്കില്ല. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വാദിച്ച് സ്ഥാപിച്ചു കണ്ട്. വാസ്തവത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നതിനേക്കാളും ഒരു അഭിഭാഷകനായി പോകുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാദം നിലനിൽക്കുന്നതല്ല. ഒരു സ്വകാര്യ വ്യക്തിക്ക് അടിയറ വയ്ക്കാനുള്ളതാണോ നമ്മുടെ ഈ അവകാശം, കവനൻ്റിൽ അവകാശം? യെസ്, ഒരിക്കലുമല്ല. അത് ചെയ്തത് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ഫെഡറൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. ശരി. ഇവിടെ സന്ദീപ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരിട്ട് ആ വിഷയത്തിലേക്ക് വരാനൊരു സാഹചര്യം എം വിജയകുമാർ തുറന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ 2018, ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വിവരം സ്ക്രീനിൽ തന്നെ കാട്ടിത്തരാം. 2018 അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല, അന്ന് അദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, സംസ്ഥാന അധ്യക്ഷൻ വരെയായ സാഹചര്യമുണ്ട്. അന്ന് അദ്ദേഹം സുരേഷ് പ്രഭു എന്ന NDA മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയെ പോയി കണ്ടതാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ആ ചിത്രം സഹിതം ആ കാർഡൊന്ന് കാണാം. വി മുരളീധരൻ അന്നെടുത്തൊരു നിലപാടുണ്ട് 2018. അധികം വർഷങ്ങളായിട്ടില്ല, 2020 എത്തുമ്പോഴേക്കും അതിൽ നിന്ന് ആകെ മാറുകയാണ്. വി മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് പൊതുമേഖലയിൽ തന്നെ, ഇത് പൊതു സ്വത്തായി തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്നതാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സുരേഷ് പ്രഭു എന്ന മന്ത്രിയെ പോയി കണ്ടത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആളുകളെ കൂട്ടി. അദ്ദേഹം പറഞ്ഞ ശരിയല്ലേ ശ്രീ വിജയകുമാർ പറഞ്ഞ ശരിയല്ലേ സന്ദീപ്? എന്തൊരു മാറ്റമാണ് അദ്ദേഹത്തിന് ഇന്ന് സംഭവിച്ചത്? അല്ല, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് നേരിട്ട് ഈ ചോദ്യം ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് അദ്ദേഹം വിശദമായി മറുപടിയും നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. സന്ദീപ്, ഇല്ല. അല്ല, അദ്ദേഹം 2018 പറഞ്ഞ നിലപാടല്ല ഇന്ന്. അപ്പോൾ ഏത് കാലത്തെ നിലപാടായിരുന്നു തെറ്റ്? അത് ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഞാൻ കേന്ദ്രമന്ത്രി പറഞ്ഞതിന് മുകളിൽ പറയാൻ ഞാൻ ആളല്ലല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം തന്നെയാണ് വിശദീകരിച്ചത്. എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? നിങ്ങൾ കണ്ടല്ലേ, നിങ്ങളുടെ ലേഖകനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങളത് കാണിച്ചാൽ ഇപ്പൊ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു. വിശദീകരണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അല്ല, അദ്ദേഹം വിശദീകരിച്ചല്ലോ. അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അത് നിങ്ങൾക്ക് റീവെൻറ്റ് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ബൈറ്റ് പ്ലേ ചെയ്താൽ കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലോ. 2018 അദ്ദേഹം പറഞ്ഞതിന് ഹൈറണ സംസ്ഥാന സർക്കാർ തന്നെ നിലപാട് മാറ്റി. ഞാനതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ അതിലേക്കായിരുന്നു വരാൻ തുടങ്ങിയത്. നോക്കൂ, 2018 അദ്ദേഹം പറയുന്നു ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനേ പാടില്ല. ഇപ്പോൾ പറയുന്നു അത് ആ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടും. അപ്പോൾ ഏത് നിലപാടായിരുന്നു തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ഏത് നിലപാടാണ് തിരുത്തിയത്? അല്ല, അത് പറഞ്ഞല്ലോ, അത് ഉദ്യോഗസ്ഥന്മാരുടെയും അവിടെയുള്ള സ്റ്റാഫിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടായിരിക്കും അദ്ദേഹം കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. അല്ല, കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും ചരിത്ര പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ടും ഈ വിമാനത്താവളത്തിൽ കേരളത്തിന്റെ ഒരു പൊതുവായ വികാരത്തെയും പ്രതിഫലിപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. അതാ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അത് വളരെ കൃത്യമായി വിശദീകരിച്ചല്ലോ. കാരണം ഈ അന്ന് 2018 അദ്ദേഹം എടുത്ത നിലപാടിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എന്താ അതിനകത്ത് പറയേണ്ടത്? അല്ല, അതിൽ വൈരുദ്ധ്യമുണ്ട്. അത് കേരളത്തിലെ BJPയുടെ നിലപാടിന്റെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതിൽ സമരമടക്കം ചെയ്തൊരു നിലപാട് സ്വീകരിച്ച BJP ഈ എങ്ങനെ വിശദീകരിക്കും? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. രാഷ്ട്രീയമായി എങ്ങനെയാണ് BJP ഇതിനെ വിശദീകരിക്കുക? അവിടെ BMS അടക്കം എടുത്ത നിലപാട്, ആ നിലപാട് ഇപ്പോഴും ഉണ്ട്. സമരം BJP സ്വകാര്യവൽക്കരണത്തിനെതിരെ BJP സമരം ചെയ്തിട്ടില്ല, BMS ആണ് സമരം ചെയ്തത്. സ്വാഭാവികമായും തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്ക ഒരു തൊഴിൽ യൂണിയൻ എന്ന നിലയിൽ BMS ഉയർത്തിയിട്ടുണ്ട്
എന്ന് മാത്രമേ അല്ലാതെ BJP അവിടെ സമരം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ BJPയുടെ തൊഴിലാളി സംഘടന കൂടിയാണ്. അവരുടെ നിലപാടുകളോട് നിങ്ങൾക്കും താല്പര്യമുണ്ട്, അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. BJPയുടെ തൊഴിലാളി സംഘടന അല്ല BMS സ്വതന്ത്രമായ, അത് RSSന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായ മറ്റൊരു സംഘടനയാണ്. അത് BJPയുമായിട്ട്. അപ്പോൾ പിന്നെ RSSും BJPയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് ചോദിക്കേണ്ടത്. നമ്മൾ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല, കാണുന്നവർക്ക് അറിയാം. ഞാൻ പറഞ്ഞത് BJPയുടെ തൊഴിലാളി സംഘടന അല്ല BMS എന്നാണ്. BMSന് പല നിലപാടുകളിലും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രവർത്തിക്കുന്നത് സ്വതന്ത്ര നിലപാടുകൂടിയാണെന്ന് എനിക്കും ചരിത്രം അറിയാം. അതത് ട്രേഡ് യൂണിയന്റെ ആശയവുമായി ചേർന്ന് പോകുന്ന അല്ല അവരവരുടെ നിലപാടുകളുമായി ഏറിയ കൂറും യോജിച്ചു പോകുന്ന പാർട്ടികൾ ഭരിക്കുമ്പോൾ പോലും ട്രേഡ് യൂണിയനുകൾ സ്വതന്ത്രമായ നിലപാട് വ്യക്തമാക്കാറുണ്ട്. അത് CITയും വ്യക്തമാക്കിയിട്ടുണ്ട്, BMSും ഉണ്ട്, AITUസും INTUസും എല്ലാവരും വ്യക്തമാക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ട്രേഡ് യൂണിയന്റെ നിലപാടാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP അവിടെ സമരം ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് V. മുരളീധരൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഈ 2018 സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെ മാറിയില്ലേ? കാരണം എനിക്കിതിപ്പോൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ യോദ്ധ സിനിമയിലെ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ അശോകൻ എന്ന് പറയുന്ന കഥാപാത്രവുമായി ചെസ്സ് കളിക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. മോഹൻലാൽ വിജയിക്കാറാകുന്ന സമയത്ത് കള്ളക്കളി എന്ന് പറഞ്ഞിട്ട് ചെസ്സിന്റെ കരിക്കളൊക്കെ തട്ടിയിട്ട് പോകുന്ന അപ്പുക്കുട്ടനെ പോലെയാണ് ഇന്ന് കേരള ഗവൺമെന്റ് പ്രവർത്തിച്ചത്. കേരള ഗവൺമെന്റ് എന്താണ് ചെയ്തത്? അല്ല ഞാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ പോസ്റ്റിൽ സ്വകാര്യവൽക്കരണത്തിന്റെ നയങ്ങൾ പുനഃപരിശോധിച്ച് വിമാനത്താവളം പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന്റെ ഈ പൊതുവികാരത്തെ മാനിക്കാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? കേരളത്തിന്റെ ഭൂമി പല കാലത്തും സൗജന്യമായും ഉപാധികൾക്ക് വിധേയമായും നൽകിയിട്ടുള്ള ഒരു ഭൂമിയിൽ നിൽക്കുന്ന വിമാനത്താവളം, ആ വിമാനത്താവളത്തെ അത് പരിഗണിക്കാതെ. മാത്രമല്ല സന്ദീപ്, നോക്കൂ, ഒരു കാര്യം കൂടി മാത്രമല്ല, ഇത് ഏതെങ്കിലും സാധാരണ പറയുന്ന പോലെ ഒരു സന്നദ്ധത അറിയിക്കലല്ല. നിരന്തരം ഇതിനിടയിൽ സർക്കാരുകളൊക്കെ മാറിയിട്ടുണ്ട്. നിരന്തരം 2003 മുതൽ ഇങ്ങോട്ട് ഇതിൽ കേരളത്തിന്റെ താല്പര്യം ആവർത്തിക്കുകയും നിരന്തരം പ്രധാനമന്ത്രിക്കും വകുപ്പ് മന്ത്രാലയത്തിനും ക്യാബിനറ്റ് സെക്രട്ടറിക്കും അടക്കം കത്തിടപാടുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ, ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ പോകാനാവുന്നൊരു ചോദ്യമില്ലേ? ശരി, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങ് ഈ ഭൂമി എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എന്താ ഇത്ര വലിയ ഒരു അസ്വാഭാവികതയുള്ളത്? ഈ രാജ്യത്തുള്ള എല്ലാ വിമാനത്താവളങ്ങളും പൊതുസ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന അതത് സംസ്ഥാന സർക്കാരുകൾ ഭൂമി കൊടുത്തിട്ടാണ്. അതിൽ കേരളത്തിന് മാത്രം എത്ര മഹത്വം എന്താ? ഈ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളും അങ്ങനെയാണ്, സംസ്ഥാന സർക്കാരുകളാണ് ഭൂമി വിട്ടുകൊടുക്കുക. സന്ദീപ്, പ്രശ്നമുണ്ട്. പൊതു താല്പര്യാർത്ഥം ഭൂമി വിനിയോഗിക്കുമ്പോൾ അതൊരു സ്വകാര്യ ഗ്രൂപ്പിലേക്ക്, സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാമെന്നുള്ളതാണ് ഉന്നയിക്കുന്ന ചോദ്യം. ഇത് എല്ലാ പൊതുസ്ഥാപനങ്ങൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ വരുമ്പോഴും അങ്ങനെയാണ്, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരും. നാഷണൽ ഹൈവേയുടെ വികസനം വേണോ, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകളാണ്. ആരുടെ സംരക്ഷണയിലാണ്? കേൾക്കൂ, അങ്ങനെ കേരള സർക്കാർ കോൺട്രാക്ടേഴ്സ് വരും. പക്ഷേ ആ റോഡുകൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? അതാണ് ചോദ്യം. 50 വർഷത്തേക്ക് ഈ റോഡുകൾ ആർക്കും പാട്ടത്തിന് കൊടുക്കുകയല്ല. ശരത്തെ, എനിക്ക് എന്നെ പറയാൻ ഞാൻ നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ വേണ്ടിയാണ് ചില പോയിന്റ് ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ കേരളം ഭൂമി വിട്ടുകൊടുത്തു എന്ന് ചോദിച്ചാൽ എന്തോ AKG സെന്ററിൽ നിന്ന് ഭൂമി വിട്ടുകൊടുത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും എയർപോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദില്ലി എയർപോർട്ട് സ്വകാര്യ മേഖലയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? കൊച്ചി എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? ഇതെല്ലാം പൊതുമേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണോ? അപ്പൊ അങ്ങനെയല്ല, എല്ലാം സ്വകാര്യ മേഖലയിലേക്ക് ഭൂമി വിട്ടുകൊടുത്തത്. സ്വകാര്യ മേഖലയിലല്ല, അത് താങ്കളുടെ ധാരണാപിശകാണ്. കണ്ണൂരും നെടുമ്പാശ്ശേരിയും സ്വകാര്യ മേഖലയിലല്ല. അതിന് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. സർക്കാരിന് കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാം. കണ്ണൂർ സ്വകാര്യ മേഖലയിൽ അല്ല എന്ന് സംസ്ഥാന സർക്കാർ നിലപാടുണ്ടോ? സംസ്ഥാന സർക്കാർ എന്താണ്? അത് ശ്രീ വിജയകുമാർ പറയട്ടെ. സംസ്ഥാന സർക്കാരിന്റെ ഷെയർ, സർക്കാർ വകുപ്പുകളുടെ ഷെയർ, ഇത് ചേരുമ്പോൾ കൂടുതലായി പോകും. ഉരുണ്ട് കളിക്കുക. അല്ല, ഞാൻ പറഞ്ഞതാണ്. കണ്ണൂർ വിമാനത്താവളം സ്വകാര്യ മേഖലയിലാണോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പൊതുമേഖലയിലുള്ള വിമാനത്താവളമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അവിടേക്ക് ഓഡിറ്റ് വരും എന്ന് പറഞ്ഞപ്പോൾ CNDG എന്താ പറഞ്ഞത്? ഇതൊരു സ്വകാര്യ വിമാനത്താവളമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങളുടെ കണക്ക് പരിശോധിക്കും. നിങ്ങൾ അത് രാഷ്ട്രീയമായി തീർക്കൂ. ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു കാര്യം പരിശോധിക്കും. ഒരു സംശയം ഞാൻ നിങ്ങളോട് തന്നെ അതായത് നെടുമ്പാശ്ശേരിയും കണ്ണൂരും പുതിയ വിമാനത്താവളങ്ങളാണ്. ഇത് തിരുവനന്തപുരം അങ്ങനെയല്ല. അല്ല, കണ്ണൂരുമായി ബന്ധപ്പെട്ട പോയിന്റ് തീർക്കട്ടെ. അതായത് കണ്ണൂരിലെ അക്കൗണ്ടുകൾ CNDGക്ക് ഓഡിറ്റിങ്ങിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ പറയുകയാണ് ഇത് സ്വകാര്യ വിമാനത്താവളമാണ്, തരാൻ പറ്റില്ല എന്ന നിലപാടെടുത്തത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ
ഈ കൊച്ചി വിമാനത്താവളത്തിൽ 32% ഉണ്ടല്ലോ, സിയാലിലുണ്ടല്ലോ. അന്ന് എന്തായിരുന്നു CPIM-ന്റെ നിലപാട്? എന്തായിരുന്നു? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നല്ലോ എസ് ശർമ്മ പറഞ്ഞതൊന്നും പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്റെ ശവത്തിന് മുകളിൽ കൂടിയേ ഇവിടെ എയർപോർട്ട് പണിയാൻ പറ്റൂ എന്ന് പറയുന്ന എസ് ശർമ്മയാണെന്ന് സിയാലിന്റെ ഡയറക്ട് ബോർഡ് മെമ്പറാണ്. അപ്പൊ നിങ്ങളുടെ നിലപാടുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെയും മാറിമറിയാം, അത് പ്രശ്നമല്ല. ഇവിടെ ഒരു പൊതു താല്പര്യത്തിനനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച് അത് സ്വകാര്യ മേഖലയിലേക്ക് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ ഇതിനകത്ത് സമ്പൂർണ്ണമായ എതിർപ്പായിരുന്നെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ ബിഡിൽ പോയത്? ഇന്നിപ്പോ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് കണ്ട് സത്യം പറഞ്ഞ എനിക്ക് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ബിഡ് കൊടുത്തു, ആ ബിഡിനെ മറികടന്ന് വലിയ സാമ്പത്തിക ഇടപാടിൽ നിന്ന് ബിഡ് തട്ടിപ്പാണെന്നാണ് പറയുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞത്, നിങ്ങൾ ഒരു കളിക്കിറങ്ങുക, എല്ലാ കളിയുടെ നിയമാവലികളും അംഗീകരിച്ചുകൊണ്ട് ഒരു കളിക്കിറങ്ങിയിട്ട് കളി തോറ്റു കഴിയുമ്പോൾ കളി കള്ളക്കളിയാണ് എന്ന് പറഞ്ഞ യോദ്ധയിലെ അപ്പുക്കുട്ടന്റെ സ്വഭാവം ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സർക്കാരും കാണിക്കരുത്. സന്ദീപ്, ഏതെങ്കിലും ഒരു സിനിമ ദൃശ്യം വെച്ച് താരതമ്യം ചെയ്യാവുന്ന ലളിതമായ ഒരു പ്രശ്നമല്ല ഇത്. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടും പുതിയ വിമാനത്താവളങ്ങളാണ്. സർക്കാർ ഉടമസ്ഥതയിൽ ലാഭത്തിൽ നടക്കുന്ന വിമാനത്താവളം സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയതല്ല. തിരുവനന്തപുരം അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഞാൻ ഒരു കാര്യം തീർക്കാം. അത് നേരത്തെ കാർഡിൽ കാട്ടിയിരുന്നു. അത് കാട്ടിയിരുന്നല്ലോ, താങ്കൾ കണ്ടതല്ലേ? 170 കോടി രൂപ പ്രതിവർഷം എന്ന് പറയുമ്പോൾ ഒരു മാസം എത്രയുണ്ട്? ആയിക്കോട്ടെ, ലാഭത്തിലാണല്ലോ. 14 കോടി രൂപയാണ് ഒരു വിമാനത്താവളത്തിന്റെ ലാഭം. ആയിക്കോട്ടെ, ലാഭത്തിലാണ്, നഷ്ടത്തിലല്ല. ഈ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥതയാണോ കൈമാറിയിരിക്കുന്നത്? നഷ്ടത്തിലല്ല, 50 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുക. കേരളത്തിന്റെ ഭൂമിയും കേരളത്തിന്റെ പാട്ടത്തിന് കൊടുക്കേണ്ടതല്ലാതെ ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ടില്ലല്ലോ. സന്ദീപ് നോക്കൂ, ഇവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ല, അതിൽ വ്യത്യാസമുണ്ട്. എന്താ ഇവിടെ ഭൂമി കൊടുത്തിട്ടില്ല സ്ഥലത്ത്. അതിപ്പോ ഒരു ജനാധിപത്യ സർക്കാർ, സന്ദീപ് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു ജനാധിപത്യ സർക്കാർ അതിൽ നിയമപരമായി തന്നെ തങ്ങൾക്കുള്ള അവകാശത്തെ 2003 മുതൽ, അന്ന് ഏതായാലും BJP അല്ലല്ലോ ഭരിക്കുന്നത്, 2003 മുതൽ ഇങ്ങോട്ടുള്ള ക്ലെയിം നിലനിർത്തി മുന്നോട്ട് പോകുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ ഈ വിമാനത്താവളം നടത്താനുള്ള സന്നദ്ധത അറിയിക്കുകയും അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ പോലും അതിൽ ആ കത്തുകൾ അവിടെ കിടപ്പുണ്ട്. അത് പോകട്ടെ, 2020 മാർച്ച് 11 ആ കാർഡ് കണ്ടുകൊള്ളൂ. രാജ്യസഭയിൽ എന്താണ് കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞത്? ഈ വിഷയത്തിൽ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രൈവറ്റൈസേഷന്, സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ. ആ കാർഡ് കാണാം. അതിനകത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയം ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലാണ്. KSIDC അടക്കം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അത് കഴിഞ്ഞത് സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ റഫർ ചെയ്ത് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് ദ മാറ്റർ ഈസ് സബ് ജുഡീസ്. അങ്ങനെ കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഈ തീരുമാനമെടുത്തു പോവുക? അതിന് കാത്തു നിൽക്കാതിരിക്കുന്നത് കേരളത്തിന്റെ നിയമപരമായ അവകാശത്തെ അട്ടിമറിക്കലല്ലേ, അതിനെ തടസ്സപ്പെടുത്തലല്ലേ? കോടതി പറയട്ടെ. അതിന് എന്തിനാണ് ഈ തിടുക്കം? അല്ല ശരത്, അതായത് ഇതിനൊരു മറുപടി അങ്ങ് ഉത്തരവ് വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനൊരു മറുപടി അല്ല, അതാ പറഞ്ഞു വരുന്നത്. അങ്ങ് ഉത്തരവ് വായിച്ചു കാണും. ഞാൻ പറഞ്ഞത് രാജ്യസഭയിൽ, സന്ദീപ്, രാജ്യസഭയിൽ മന്ത്രി നൽകിയതാണ്. നിങ്ങൾക്ക് എന്തിനീ അക്ഷമ? അങ്ങനെ പറഞ്ഞു സീൽ ചെയ്തെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല. എനിക്ക് പറയാൻ അവസരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തന്നെയാണ് അഭിപ്രായം. അന്ന് പിന്നെ ഇടയ്ക്ക് അവസരം താങ്കൾക്ക് തന്നെയാണ്. മിണ്ടാതിരിക്കും സാർ, ഞാൻ പറയട്ടെ. അതായത് അങ്ങ് ആ ഓർഡർ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ഓർഡറിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ അദാനിക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ള തീരുമാനം കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കുമെന്ന് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് സബ് ജുഡീസ് ആവുന്നത്? രാജ്യസഭയിലാണ്. അതാണ് പറഞ്ഞത്. അങ്ങനെ ഉത്തരവിലുണ്ടെന്ന്, കോടതി വിധിക്ക് ശേഷമായിരിക്കും. ആ രാജ്യസഭയിൽ മന്ത്രി കൊടുത്ത ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇറങ്ങിയ ഓർഡറിനെ പറ്റി അങ്ങനെ മാട്രിക്സ് സബ് ജുഡീസ് ആയ ഒരു വിഷയത്തിൽ എന്തിനാണ് ഈ തിടുക്കം? അല്ലല്ല, ഇന്നലെ ഇറങ്ങിയ ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നു, കോടതി വിധിയുടെ അന്തിമ വിധിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് വിധേയമായിരിക്കും ഉത്തരവെന്ന് പറയുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറി കൊടുത്ത കത്തിൽ ഐ വുഡ് ലൈക്ക് ടു റീട്രേറ്റ് ദ ഗവൺമെന്റ് ഓഫ് കേരള ഈസ് വില്ലിംഗ് ടു മാച്ച് ദ ഓഫർ ഓഫ് ദ ഹയസ്റ്റ് ബിഡർ ഇൻ ദ ബിഡ് പ്രോസസ്. ഐ റിക്വസ്റ്റ് ദാറ്റ് ദിസ് മേ ബി അക്സെപ്റ്റഡ് ആൻഡ് ദ ബിഡ് awarded to the state. അങ്ങനെ അത് മാച്ച് ചെയ്ത് ഈ ബിഡ് കേരളത്തിന് നൽകണമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കത്തവിടെ കിടക്കുന്നു. പിന്നെ സുപ്രീം ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നു. പിന്നെ ഇതിനാണ് ഈ നടപടി? ശ്രീ വിജയകുമാർ, അത് അദ്ദേഹം പറഞ്ഞിട്ട് താങ്കൾക്ക് ശ്രീ ചന്ദ്രശേഖരൻ കൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി. അല്ല, ഞാൻ ഈ കാര്യമേ പറയുന്നുള്ളൂ. ഈ കേസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെടാൻ തീരുമാനിച്ചത്. കാരണം ഈ കേസിന് പോയ ഒരാളാണ് ഞാൻ, കേസ് കൊടുത്ത ഒരാളാണ് ഞാൻ. അവിടെ രൂപീകൃതമായിട്ടുള്ള എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനാണ് ഞാൻ.
ഞങ്ങൾ ആദ്യം ഹൈക്കോടതിയിൽ ആ കേസിൽ പോയത്. ആ കേസ് തള്ളി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ കേസ് തള്ളി. എങ്ങനെ തള്ളി? അതൊന്ന് ജസ്റ്റ് അതൊന്ന് തള്ളി എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ വരിക, കേസിന് ന്യൂനതയുള്ളതുകൊണ്ട് തള്ളിപ്പോയി. 18/12/2019 ഞങ്ങളുടെ കേസ് ഡിസ്പോസ് ചെയ്തു ഹൈക്കോടതി. അതെന്താ? ഇറ്റ് ഈസ് എ പ്രിമച്വർ കേസ്. എന്തുകൊണ്ട് എന്നാ പറഞ്ഞാൽ തള്ളിയത്? അതിന് ഞങ്ങൾ അപ്പീൽ പോയി. അതും കൂടെ കേൾക്കണം. അതിന് ഞങ്ങൾ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. 28/2/2020 ഈ 20 ഫെബ്രുവരിയിലാണ്. 28/2/2020 സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിൻ്റെ ആ ഡിസ്പോസൽ സെറ്റസൈഡ് ചെയ്തു. ശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേസ് ലൈവായെന്നാണ്. സെറ്റസൈഡ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? സെറ്റസൈഡ് ചെയ്യാൻ കാരണം കോസ് ഓഫ് ആക്ഷൻ ഹാസ് എറൈസൺ. കോസ് ഓഫ് ആക്ഷൻ വന്നിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് ഈ പ്രിമച്വർ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഹൈക്കോടതി കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. എന്ന് വെച്ചാൽ ശ്രീ വിജയകുമാർ പറയുന്നത് നിങ്ങളുടെ വാദത്തിന് അനുകൂലമായി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് കേസ് പരിഗണിച്ചു. സുപ്രീം കോടതിയും പരിഗണിച്ചു. ഹൈക്കോടതിയുടെ വിധി സെറ്റസൈഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി 27/7/2020 എന്ന് പറഞ്ഞാൽ ജൂലൈയിലാണ്. ഹൈക്കോടതി വീണ്ടും ഈ കേസ് കേട്ടു. കേസ് കേട്ടിട്ട് പറഞ്ഞു, അത് കേസ് ഞങ്ങൾ അപ്പോൾ കൊടുക്കാൻ കാര്യം, കേന്ദ്ര വ്യോമയാന മന്ത്രി ഇത് വീണ്ടും കൈമാറാൻ ഞങ്ങൾ ആലോചിക്കുന്നു, നിയമപ്രശ്നം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. നിയമപ്രശ്നമുണ്ട്, ക്ലിയർ ആയിട്ടുള്ള നിയമപ്രശ്നമുണ്ട്. അപ്പോൾ കേസ് ഹൈക്കോടതിയുടെ പെൻഡിങ്ങിലാണ്. പെൻഡിങ് എന്ന് പറഞ്ഞത് ഡ്യൂ ടു കോവിഡ് റീസൺസ്. കോവിഡ് റീസൺ കൊണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പോൾ വിധി പറയേണ്ടതാണ്. അങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുന്ന കേസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഒരു വാചകം കൂടി കേന്ദ്രമന്ത്രിയും പറഞ്ഞത് ഒരു വാചകം കൂടി ഇത് ഈ വിധിക്ക് വിധേയമായിരിക്കും. പിന്നെ എന്താണ് പ്രശ്നം? ഒരു വാചകം കൂടി. അങ്ങനെ ഇത് പറയാൻ കാര്യം, അവരുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാനത്തെ നിയമസഭയ്ക്കോ പാർലമെൻറ്റിനോ അവകാശമില്ല. അതാണ് സബ് ജുഡീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോട്ടലക്ഷ്യത്തിൻ്റെ വലിയ വിവാദം നടക്കുകയാണല്ലോ സുപ്രീം കോടതിയുടെ മുമ്പിൽ പ്രശാന്ത് ഭൂഷൻ്റെ. ഇത് കോട്ടലക്ഷ്യമല്ലെങ്കിലും സബ് ജുഡീസാണ്, ക്ലിയർ സബ് ജുഡീസ് കേസാണ്. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ ഒറ്റ കാരണം കൊണ്ട് ഇത് സെറ്റസൈഡ് ചെയ്യും എന്ന കാര്യത്തിൽ നിയമപരമായിട്ട് എനിക്ക് സംശയമില്ല. ഞങ്ങൾ വീണ്ടും പ്രൊസീഡ് ചെയ്യണം. ഏതായാലും കേരളത്തിൻ്റെ ഒരു പഴയ നിയമമന്ത്രി കൂടിയാണ് ഈ ചർച്ചയിൽ ഈ അഭിപ്രായം പറയുന്നത് എന്നത് എനിക്കും സന്ദീപിനും ഒക്കെ മാനിക്കാവുന്നൊരു വിഷയമാണ്. അതിൽ തർക്കം താങ്കൾക്കുണ്ടെങ്കിൽ ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ചന്ദ്രശേഖരൻ കൂടി INTUC സംസ്ഥാന പ്രസിഡന്റ് ചർച്ചയിലേക്ക് ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രശേഖരൻ, ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഇന്ന് മുഖ്യമന്ത്രി ഇതിന് ശേഷം പറഞ്ഞൊരു വിലയിരുത്തലുണ്ട്. ആര് വിമാനത്താവളം എടുത്താലും സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ലാതെ നടത്തിക്കൊണ്ടു പോകാനാവില്ല. കേരളത്തിൻ്റെ ഒരു പൊതുവികാരം ഇതിലുണ്ട്. ഭൂമി ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന സന്ദീപിൻ്റെ BJPയുടെ ഒരു വാദമുണ്ട്. ഇതേ BJP നേരത്തെ വ്യത്യസ്തമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചത്. ഇപ്പോൾ വരുന്ന മാറ്റത്തിനൊപ്പം അവർ ആ നിലപാട് മാറ്റുന്നു. പക്ഷേ എന്ത് തരത്തിലാണ് 2018 നിന്ന് 2020 അവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നത് എന്ന് പറയുന്നത്? എന്തു മാറ്റമാണ് ഈ സാഹചര്യങ്ങൾക്ക് വന്നത് എന്നും മനസ്സിലാവുന്നില്ല. പൊതുവിൽ ഈ പ്രശ്നം സത്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തെയും അവകാശത്തെയും നിയമപരമായ സാധ്യതകളെയും മറികടന്നുകൊണ്ടാണോ ഇക്കാര്യത്തിൽ പോകുന്നത്? ശ്രീ ചന്ദ്രശേഖരൻ. ഞാൻ സത്യത്തിൽ ശരത്തെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ തുടക്കത്തിൽ ശ്രീ വിജയകുമാർ പറഞ്ഞതും ശ്രീ BJPയുടെ പ്രതിനിധിയായിട്ടിരിക്കുന്ന സന്ദീപ് പറഞ്ഞതും എനിക്കങ്ങ് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ വന്ന് ഇരുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടു. ഞാൻ കാണുന്നത് ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇഷ്യൂ അല്ല. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു വിഷയമായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല. ഞങ്ങളിതിനെ കാണുന്നത് നമ്മുടെ നാടിൻ്റെ ഓരോ പൈതൃക സ്വത്തും അഭിമാനകരമായി നടക്കേണ്ട സ്വത്തുക്കൾ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞുകൊണ്ട് ചവറ് വിലയ്ക്ക് സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക്, സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ വിശാലമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇതെല്ലാം ഈ BJP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരം കിട്ടിയപ്പോൾ രാജ്യത്താകമാനം കഴിഞ്ഞ BJP പണ്ടും ഭരിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നത് 2014 ശേഷമുള്ള BJP ഗവൺമെൻറ് ഒരു സമീപനം നമ്മളെ ആകെ ഭയപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. കാരണം ഈ തിരുവനന്തപുരം എയർപോർട്ട് മറ്റ് വിമാനത്താവളങ്ങളെപ്പോലെ കാണാവുന്നതാണോ? ശരത്തിനറിയാം, വിജയകുമാറിനറിയാം, സന്ദീപിനും അത് അറിയേണ്ടതാണ്.
നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ചരിത്രം 932 മുതലുള്ള ഞാൻ അത് അദ്ദേഹവും സൂചിപ്പിച്ചു. അന്ന് ഓക്കെ ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. അതെ, അപ്പം 32 ആരംഭിച്ച ഒരു വിമാനത്താവളം, ഗോദവർമ്മ രാജാവ് ആരംഭിച്ച ഒരു വിമാനത്താവളം, 35 വിമാനമിറങ്ങിയ ഒരു വിമാനത്താവളം, അതിനുശേഷം ഇങ്ങോട്ട് നടക്കുന്ന ഒരു കാര്യം. ഇത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, ഞാനൊരു എന്താണ് ഒരു സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരാളെയല്ല എന്ന് ശരത്തിനറിയാം, നമുക്കെല്ലാം അറിയാം. ഞങ്ങളിതിനെ കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളം എങ്ങനെയാണ് BJPക്ക് ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്നത്? അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്, അതുപോലുള്ള നിരവധി വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഉത്തമമായ എത്രയോ കാലങ്ങളായി മനസ്സിൽ വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ ഒരു അദാനി എന്ന് പറഞ്ഞ ഒരു മുതലാളിയുടെ മുമ്പിലേക്ക് ഇതെല്ലാം അങ്ങ് അടിയറ വെച്ച് കൊടുക്കുക. 50 വർഷത്തെ, ഇപ്പോൾ സന്ദീപ് പറയുന്നത് ഞാൻ കേട്ടത് വിറ്റിട്ടില്ലല്ലോ എന്ന്. 50 വർഷത്തെ ലീസ് എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ കാലഘട്ടം മുഴുവനും അങ്ങ് കൊടുക്കുകയാണ്. ഈ ലീസിനെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? ഹാരിസൺ മലയാളം പോലെ അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ലീസിനെടുത്താൽ 50 വർഷത്തെ ലീസിന് പോയാൽ, 99 വർഷത്തെ ലീസിന് പോയാൽ, 30 വർഷത്തിന് മുകളിൽ ഏത് ലീസിന് പോയാലും അതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. വിമാനത്താവളങ്ങൾ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം പ്രൈവറ്റൈസ് ചെയ്താൽ ഈ രാജ്യം രക്ഷപ്പെടും എന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പ്രൈവറ്റൈസ് ചെയ്തു, ഓക്കെ. 91 ശേഷം ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ തന്നെ ഒരു സ്വകാര്യ നയവ്യത്യാസം കൊണ്ടുവന്നു. 91 ശേഷം സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഓരോന്നും നമുക്ക് പരിശോധിക്കാം. സ്വകാര്യവൽക്കരണം നടത്തിയുള്ള ഏത് മേഖലയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? നമുക്ക് കണക്ക് പറയാം. 56ഓളം വിമാന കമ്പനികൾ ആരംഭിച്ചു പ്രൈവറ്റ് മേഖലയിൽ. ഇന്ന് എത്ര വിമാന കമ്പനികൾ നിൽക്കുന്നു? എത്ര ഇൻഷുറൻസ് കമ്പനികൾ നിൽക്കുന്നു? എത്ര ബാങ്കുകൾ നിൽക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങളായി കടന്നു വന്നത് എന്ന് വേണ്ട? ഈ ടെലിഫോൺ കമ്പനികൾ എത്ര എണ്ണം വന്നു? ഇപ്പോഴെത്ര എണ്ണം ബാക്കി നിൽക്കുന്നു? ആരാണ് വിജയ് മല്യ? ആരാണ് ഈ പറഞ്ഞ അനിൽ അംബാനി? ആരാണ് ഇവരെല്ലാം? 10,000 കോടി രൂപ ആരുടെ പണം കൊണ്ടുപോയി? ആരുടെ പണമാണ് കൊണ്ടുപോയത്? അദാനി ഈ എയർപോർട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അദാനി ഇത് നടത്താൻ തീരുമാനിച്ചാൽ എവിടെ നിന്നാണ് അദ്ദേഹം പണം സംഭരിക്കുന്നത്? ഒന്നുകിൽ ഷെയർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കും. പൊതുമേഖലാ ബാങ്കുകൾ തട്ടിപ്പ് നടത്തി പോയിട്ടുള്ള എത്ര ആളുകളാണ് ഈ നമ്മൾ മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പരിഹാരം സ്വകാര്യവൽക്കരണമാണ് എന്ന് കാണുന്ന ഒരു കച്ചവട മനസ്സ് നിർഭാഗ്യവശാൽ BJPക്ക് ഉണ്ടാകുന്നത് പരമ കഷ്ടമാണെന്നല്ല, അത് രാജ്യദ്രോഹമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാണേണ്ടത്, ഞാൻ രണ്ട് കാര്യങ്ങളെ ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഒന്ന്, ശബരിമല വിശ്വാസം, അതിനെ സംരക്ഷിക്കുന്നു. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആചാരം നടക്കുന്ന ഈ വിമാനത്താവളം കേരള ഗവൺമെൻറ് എടുക്കാൻ തയ്യാറാണ്. കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ CPM എന്നല്ലല്ലോ കാണേണ്ടത്. കേരളത്തിൻ്റെ ഗവൺമെൻറ് എടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് അവരുടെ ഒരു ഹയസ്റ്റ് ബിഡിനോടൊപ്പം ചെല്ലാം എന്ന് പറഞ്ഞ പ്രപ്പോസൽ വരെ ഇവിടെ പറഞ്ഞു. അതിലേക്ക് കൊടുത്ത് ഗവൺമെൻറ്റുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നതിന് പകരം എന്തിനാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇവിടെ വിജയകുമാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വരെ ഒരു സൂചനയുള്ള ഒരു കാര്യത്തിൽ എന്തിനാണ് ഈ തിടുക്കമെടുത്ത്? അപ്പോൾ സുപ്രീം കോടതി ബാധകമല്ല, ഹൈക്കോടതികൾ ബാധകമല്ല, ഒന്നും ബാധകമല്ല. കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ പീസായി വിൽക്കുക എന്ന ഒരു നിലപാടെടുക്കുന്നത് ഒരു കാലത്ത് ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമല്ല. ഇത് ഗൗരവതരമായ ഒരു സംഭവമായി രാജ്യത്ത് എല്ലാവരും നോക്കിക്കാണും. ഇതിൽ BJPയുടെ സർക്കാർ പരാജയപ്പെടേണ്ടി വരും. ഇവിടെ ശരത്ത് പറഞ്ഞതുപോലെ V. മുരളീധരൻ അടക്കം BJPയുടെ കേരള ഘടകമടക്കം എടുത്തിട്ടുള്ള നിലപാടുകളുടെ മലക്കം മറിച്ചിലാണ്, തെറ്റായ നിലപാടാണ്. ഞാൻ താങ്കളിലേക്ക് സന്ദീപിന് അതിൽ മറുപടി ഉണ്ട് എന്നെനിക്കറിയാം. ഞാൻ സന്ദീപിലേക്ക് വരും മുമ്പ് ശ്രീ ജോർജ് ജോസഫിനെ കൂടി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ അദാനിക്ക് ഈ എയർപോർട്ട് നടത്തിപ്പിലെ മുൻ പരിചയം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പോർട്ടിലാണ് ഉള്ള പരിചയവും അവരുടെ ഇടപെടലുകളും കൂടുതലായി നടന്നിട്ടുള്ളത്. ആ എയർപോർട്ടിലും പോർട്ടുണ്ട് എന്നുള്ളതാണോ അവരുടെ മുൻപരിചയം എന്നൊരു ചോദ്യം അടങ്ങിയിട്ടുണ്ട്. ഈ 2019 രണ്ടാം മാസത്തിൽ 27/2/2019 മുഖ്യമന്ത്രി സുരേഷ് പ്രഭു മന്ത്രിക്ക് അയച്ച കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദെയർ വാസ് നോ കണ്ടീഷൻ ഓഫ് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് എയർപോർട്ട്സ് ഈ ബിഡുമായി ബന്ധപ്പെട്ട്, ആൻഡ് ആൾ ദാറ്റ് എ ബിഡർ നീഡഡ് ടു ഹാവ് ഓൺലി എക്സ്പീരിയൻസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്
എന്ന നിലയിലുള്ള ഒരു അവർ വളരെ അത്ഭുതകരമായി തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനൊരു കത്ത് അക്കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി തന്നെ ഇനി ഈ ബിഡിൽ അദാനി ബിഡ് ചെയ്തത് ഇടയിലുണ്ടായ ഗ്യാപ്പ് അത് മാച്ച് ചെയ്യാൻ ആ റൈറ്റ് നൽകണം എന്നാവശ്യപ്പെട്ട് കേരളം കൊടുത്തൊരു കത്ത് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അതിലൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ലാത്ത ഘട്ടത്തിൽ കൂടിയാണ് ഈ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് രണ്ടാമത്തെ കാര്യം. ഇവിടെ ഈ പണമാണ് പ്രശ്നമെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്താണോ അദാനി വെച്ചിട്ടുള്ള പണം ഭൂമിയുടെ വാല്യുവേഷനും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൻ്റെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ആയി പരിഗണിച്ച് കൊണ്ടുവന്നാൽ തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അദാനി കോട്ട് ചെയ്തതിലേക്ക് തന്നെ ഒരു സംസ്ഥാനത്തിന് പോകാം. അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തിറങ്ങുന്നു. നമ്മൾക്ക് വിമാനത്താവളങ്ങൾ നടത്തിയുള്ള മുൻപരിചയം കേരളത്തിനുണ്ട് സിയാൽ മാതൃകയിൽ. ഇങ്ങനെ പറയുമ്പോൾ പണമല്ല അദാനിയാണ് പ്രശ്നം എന്ന് വരുന്നില്ലേ? പണമാണ് പ്രശ്നമെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പരസ്യ നിലപാട് നിരന്തരം എടുത്തുകൊണ്ടിരുന്നാൽ അത് പരിഗണിക്കേണ്ട ഒരു കേന്ദ്ര സർക്കാർ നിയമപരമായി തന്നെ അതിനുവേണ്ടി അവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് മുഖം കൊടുക്കണ്ടേ, ചെവി കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ പണമല്ല അദാനിയാണ് പ്രധാനം എന്നാണോ കേന്ദ്ര സർക്കാർ ഇതിൽ കേരളത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നേരത്തെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റും കേരളത്തിലെ ജനങ്ങളും എന്ത് ആർഗ്യുമെന്റ് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കേന്ദ്ര സർക്കാർ ചെവിക്കൊള്ളില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. മാത്രവുമല്ല, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശരത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിനെ നമ്മൾ ഒരിക്കലും സ്വകാര്യവൽക്കരണം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതും പാടില്ല. സ്വകാര്യവൽക്കരണമല്ല, കുത്തകവൽക്കരണമാണ്. കൃത്യമായ കുത്തകവൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എയർപോർട്ടുകൾ എല്ലാം ബിഡ് ചെയ്ത എല്ലാ എയർപോർട്ടുകളും എങ്ങനെയാണ് അദാനിക്ക് മാത്രമായി കിട്ടുന്നത് എന്നുള്ളത് ഒരു വളരെ കൗതുകരമായൊരു കാര്യവും. വേറെ ഒരു കമ്പനിയും ഇന്ത്യയിൽ ഇതിന് ബിഡ് ചെയ്യാൻ ഇല്ലേ? ബോംബെയിലെ പുതിയ എയർപോർട്ട് പണിതിട്ടുള്ള GMR ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കമ്പനികൾ, റിലയൻസ് പോലുള്ള കമ്പനികൾ, ഇത്തരം കമ്പനികളൊന്നും ഈ കാര്യത്തിൽ ഇവിടെ മാത്രം വരുന്നില്ല. അതുകൊണ്ട് ഇതിനെ സ്വകാര്യവൽക്കരണം എന്ന വാക്കുപയോഗിച്ച് ഇതിന് കുറച്ച് മാന്യത കൊടുക്കരുത്. ഇത് തീർച്ചയായിട്ടും കുത്തകവൽക്കരണവും ആരെന്തു പറഞ്ഞാലും അദാനിക്ക് തന്നെ ഇത് കൊടുത്തേ തീരൂ എന്ന് വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചു പോകുന്ന ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ കേരള ഗവൺമെന്റ് എന്നല്ല ആരെന്തു പറഞ്ഞാലും വിലപ്പോവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കടലിന്റെ തുറമുഖങ്ങളുടെ എല്ലാ ഇതും പല മേഖലകളിലും കടൽ നേരത്തെ തന്നെ അദാനിക്ക് തുറന്നു കൊടുത്തുവെങ്കിൽ ഇപ്പോൾ ആകാശവും അദാനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രണ്ട് കുത്തകളുടെ, രണ്ട് ഭീമൻ സമ്പന്നരുടെ നിയന്ത്രണത്തിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ അധികം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കമ്പനികളുടെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആരെന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചരിത്രത്തിന്റെ മുമ്പിൽ ഒരു സത്യം ഞാൻ പറയുന്നത്, ഇതിനു മുമ്പ് മാധ്യമങ്ങൾ കാണാതിരുന്ന ഒരു കാര്യം, പോർട്ടിന്റെ കാര്യം ശരത്ത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. മുന്ദ്ര പോർട്ട് എന്ന് പറയുന്ന ഗുജറാത്തിലെ പ്രമുഖമായ പോർട്ട് നിയന്ത്രിക്കുന്നത് അദാനി പോർട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടെ തന്നെ നമ്മുടെ കൊച്ചിയിലെ പുതുവൈപ്പിലെ പോലുള്ള ഒരു കൂറ്റൻ LNG ടെർമിനല് ഇന്ത്യ ഗവൺമെന്റ് 4500 കോടി രൂപ മുടക്കി പണിതീർത്തിരുന്നു. ഇപ്പോൾ 750 കോടി രൂപയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദാനിക്ക് ആ LNG ടെർമിനല് വിറ്റിരിക്കുകയാണ്. അവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അദാനി വെച്ചിരുന്ന 750 കോടിയേക്കാൾ കൂടുതൽ വില കോട്ട് ചെയ്തു. പക്ഷേ ബിഡ് തുറക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ടെക്നിക്കൽ റീസൺസിന്റെ കാരണത്താൽ ഞങ്ങൾ ബിഡിൽ നിന്ന് പിന്മാറുന്നു എന്നറിയിക്കുകയായിരുന്നു. അങ്ങനെ അത് ആ മുന്ദ്ര പോർട്ടും LNG ടെർമിനലും ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഒരു മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. ആ LNG ടെർമിനൽ ഇന്ത്യ ഗവൺമെന്റ് ഗുജറാത്തിലെ ഗവൺമെന്റും ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കമ്പനിയും കൂടി ചേർന്ന് ആരംഭിച്ച ആ പൊതുമേഖലാ സ്ഥാപനത്തെ തുച്ഛവിലയ്ക്ക് അദാനിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദാനിയും അംബാനിയും വിചാരിക്കുന്ന പോലെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ശ്രീ ജോർജ് ജോസഫ്, ഒറ്റ വാചകത്തിൽ, അതായത് അതൊന്ന് ഇപ്പോഴത്തെ ഈ സെഷനിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ, ഈ അദാനി നമ്മളെപ്പോഴും ചർച്ചകളിൽ പൊതുവിൽ പറയുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഇതിലടക്കം വെളിവാകുന്നത് എന്താണ്? അദാനി അത്രമേൽ സ്വാധീന ശക്തിയായി ഈ കേന്ദ്ര സർക്കാരിന് മുൻപാകെ നിൽക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയുമാണോ?
തീർച്ചയായിട്ടും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതാപരമായ ഒരു കാര്യമുണ്ട്. ശരി. ഇവിടെ അദാനി ഏർപ്പെടുന്ന ഒരു ബിസിനസ്സിലും അംബാനി മത്സരിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഗുജറാത്തുകാരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തുകാരനാണ്. ഈ ഗുജറാത്ത് ലോബി, ഈ 4 പേരും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. സന്ദീപ്, ആ കണക്ഷൻ ശ്രീ ജോർജ് ജോസഫ് നന്നായി വരച്ചിട്ടു. ആളുകളുടെ മനസ്സിലുള്ള ഒരു തോന്നൽ, ഒരു സംശയം അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ മുമ്പോട്ട് വെച്ചത്. താങ്കൾക്കിപ്പോൾ ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഈ ഭൂമി പതിറ്റാണ്ടുകളായി ഇവരെല്ലാം അതിൻ്റെ ചരിത്രപരമായ ശ്രീ മുരളീധരൻ തന്നെ 2018 മന്ത്രിയെ കണ്ട ശേഷം ഫേസ്ബുക്കിൽ എഴുതിയതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, ഇതിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ വളരെ ലളിതമായി തോന്നുന്നുണ്ടാകാം. നിശ്ചയമായി അത് വേറെ വിഷയം. പക്ഷേ ഈ 2005 സംസ്ഥാന സർക്കാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എടുത്തു കൊടുത്തത് 23.57 ഏക്കർ ഭൂമി സൗജന്യമായി. ഇതിനു പുറമെ 18 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്ത് നൽകാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇതുകൂടാതെ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുൻ തിരുവിതാംകൂർ സംസ്ഥാനം നൽകിയ റോയൽ ഫ്ലൈയിങ് ക്ലബ്ബ് വക 258.06 ഏക്കർ ഭൂമിയും വിമാനത്താവളത്തിൻ്റെ 636.57 ഏക്കർ വിസ്തൃതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്ര വിസ്തൃതമായ ഒരു ഭൂപ്രദേശം കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ പൊതുമേഖലയിൽ നിൽക്കുന്ന ഈ വിമാനത്താവളം 50 വർഷത്തേക്ക് അദാനി എന്ന് ഈ നിലയിൽ ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞ ഉന്നത രാഷ്ട്രീയ സ്വാധീന ബന്ധങ്ങളിൽപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കേരളത്തിനകത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ ഭൂമി അതൊരു വിഷയമേ അല്ല എന്ന നിലയിലൊരു നിലപാടെടുക്കാൻ കേരളത്തിന് കഴിയുമോ? മാത്രമല്ല, കേരള സർക്കാർ ഇക്കാര്യത്തിൽ സാങ്കേതികമായും നിയമപരമായും ഭരണപരമായ രീതിയിലും നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ആദായം അദാനി കൊണ്ടുപോയിക്കോട്ടെ എന്ന് നിലപാട് കേരളത്തിനെടുക്കാനാവുമോ സന്ദീപ്? പ്രിയപ്പെട്ട ശരത്ത്, എനിക്ക് ഈ മറ്റു 3 പേരോടും കാണിച്ച ക്ഷമ എന്നോട് കാണിക്കണമെന്ന് ഞാൻ ആദ്യമേ തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങ് വളരെ ക്ഷമയോടുകൂടി അവർ പറഞ്ഞ 3 പേരെയും സപ്ലിമെന്റ് ചെയ്ത് സെക്കൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നെ നിങ്ങൾ പിന്തുണയ്ക്കേണ്ട, ഇടയ്ക്ക് കയറി ബുദ്ധിമുട്ടിക്കരുത് എന്ന് അഭിപ്രായമുണ്ട്. കാര്യം ഇവർ 3 പേരും പറഞ്ഞതിന് മറുപടി എനിക്ക് പറയണം. ആദ്യം ഈ ബഹുമാനപ്പെട്ട ആർ ചന്ദ്രശേഖരൻ, INTC-യുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻജി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. അദ്ദേഹം ചോദിക്കുകയാണ് BJP എങ്ങനെയാണ് ഇത് സ്വകാര്യ വ്യക്തിക്ക് നൽകിയതെന്ന്. അതിനോട് തൊട്ട് ചേർന്ന അടുത്ത സെൻറ്റൻസിൽ അദ്ദേഹം പറയുകയാണ്, കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ CPM അല്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ BJP ആണ്. അതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ? അതങ്ങോട്ട് രണ്ടും കൂടെ ചേരുന്നില്ലല്ലോ ചന്ദ്രശേഖർജി. അതായത് ഇത് BJP അല്ലല്ലോ അദാനിക്ക് നൽകിയത്. ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ നിയമം അനുശാസിക്കുന്ന ഒരു ടെൻഡർ നടപടിക്രമങ്ങളും നടത്തിയാണ് അദാനി ഏറ്റെടുത്തത്. കേരള സർക്കാരും ആ ടെൻഡറിൽ മത്സരിച്ചു എന്ന് അങ്ങ് അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ ഇത് BJP എങ്ങനെയാണ് ഇത് അദാനിക്ക് നൽകിയത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ എന്ന് ആദ്യം അങ്ങൊന്ന് പരിശോധിക്കണം. INTC നേതാവ് നിലയിൽ അങ്ങേക്ക് അഭിപ്രായം ഉണ്ടാകും. പക്ഷേ കോൺഗ്രസിന് എന്നു മുതലാണ് ഈ സ്വകാര്യവൽക്കരണത്തിനോടും ഈ മുതലാളിമാരോടും ഒക്കെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, KPCCയുടെ നിലപാട് വന്നോട്ടെ, കേരളമായതുകൊണ്ടാണ്. കേരളത്തിന് വെളിയിലൊന്നും ഈ കേരളത്തെ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായമൊന്നും ദേശീയ കോൺഗ്രസിന് ഇല്ലെന്ന് എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിൽ സന്ദീപിന് തന്നെ ഞാനൊന്ന് റെഫർ ചെയ്ത ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ വിമുഖത ഉണ്ടായിരുന്നു. അന്ന് തിടുക്കത്തിൽ ഉമ്മൻചാണ്ടി തീരുമാനമെടുത്തു എന്നൊരു പ്രശ്നം എല്ലാ കാലത്തും അങ്ങനെയാണെന്ന് പറഞ്ഞത്. ദേശീയ കോൺഗ്രസിന്റെ നിലപാടൊന്നും അല്ല ഇവിടുത്തെ കേരളത്തിലെ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ അവസാന രാമജന്മഭൂമി ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. അവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടൊന്നുമല്ല അവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അപ്പൊ നിങ്ങൾ ഇക്കാര്യത്തിൽ തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്? തീർച്ചയായിട്ടും. അതൊന്നും തരൂർ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൂടാഴിയുണ്ടോ? ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെയാണോ പിന്തുണയ്ക്കുന്നത് അവരോടൊക്കെ നമുക്ക് സ്വാഗതമാണെന്നേ. അതിനകത്ത് രാഷ്ട്രീയമില്ല. നാളെ പിണറായി ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതായ ഒരു അഭിപ്രായം ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് ശേഷം പോവുകയാണ്. അതായത് വ്യവസായം അറിയുന്നവർ സംസ്ഥാനത്തോട് വെല്ലുവിളി നടത്തുമെന്ന് കരുതുന്നില്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയേണ്ട അഭിപ്രായമാണോ ഇത്? അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാണോ? അതായത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളെ മുടക്കിക്കളയും എന്നുള്ള ഗുണ്ട സ്വരമാണത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും ശ്രീ വിജയകുമാർ, സ്പ്ലിറ്റ് ചെയ്യാം ഒരു ചില കാര്യങ്ങളിൽ. മുഖ്യമന്ത്രിയുടെ ആ സമീപനം ഞാൻ വരാം. സന്ദീപിനുള്ള അവസരം സന്ദീപിന് തന്നെ ഉണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഒരു ഭീഷണിയുടെ സ്വരമാണെന്നാണ് സന്ദീപിന്റെ വാദം. വാക്കുകൾ എടുത്ത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ ഇതിൽ? മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു നമ്മുടെ ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ
പ്രധാന ഭാഗമായിട്ടുള്ള ഫെഡറൽ തത്വങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സംസ്ഥാനം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു, ഒരു സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിന് വില കൽപ്പിക്കണ്ടേ? അതൊരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ ഗുണ്ടായുസമാണോ? അല്ല സാർ, ഒരു സംസ്ഥാനം ഏതിനാണെങ്കിലും ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് വിലയില്ലെന്ന ഏകകണ്ഠമായ പ്രമേയത്തിന് വിലയില്ല. ഏകകണ്ഠമായിട്ടെടുത്ത ഒരു തീരുമാനമാണ്. ഈ സർവകക്ഷി യോഗത്തെക്കാളും വലുതാണത്. നിയമസഭ ഏകകണ്ഠമായിട്ട് പ്രമേയം എടുത്തു. അല്ല, പല വിഷയത്തിലും ശ്രീ വിജയകുമാർ അല്ല, യെസ്, അതെന്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ നിയമസഭയുടെ ഏകകണ്ഠമായ പ്രമേയത്തെ ഒന്നും കേരളത്തിലെ ബി ജെ പിക്കും പൊതുവിൽ വലിയ താല്പര്യവും വലിയ മമതയൊന്നും തോന്നാറില്ല. അത് കാട്ടിയും അത് പറഞ്ഞു ഒന്നും അവരെ ഭയപ്പെടുത്തേണ്ട കാര്യം അല്ലല്ല സാർ. അതെന്താ അറിയോ, അത് നിയമസഭയോടുള്ള പ്രശ്നം കൊണ്ടല്ല, ഇവരെടുക്കുന്ന വിഷയങ്ങളോടുള്ള പ്രശ്നം കൊണ്ടാണ്. മദനിയെ വിട്ടയക്കണമെന്ന് പ്രമേയം, അതായത് ഭീകരവാദ കേസിൽ കോടതി ശിക്ഷിച്ച ഒരാളെ വിട്ടയക്കണമെന്ന് പ്രമേയം പാസ്സാക്കുക, ഈ വിമാനത്താവളത്തിന്റെ നിയമസഭയോടല്ല. ഈ വിമാനത്താവളത്തിന് വേണ്ടി ഒരു പൊതുവികാരത്തിൽ കേരളത്തിന്റെ ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നാൽ കേരളത്തിന്റെ വലിയ താല്പര്യം അവർക്ക് രണ്ടു കൂട്ടർക്കും മേലുണ്ടാവില്ല. എന്റെ ചോദ്യം അവിടേക്കാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. ഇവിടെ ബിഡിന്റെ നടത്തിപ്പിലാണോ നിങ്ങൾക്ക് പ്രശ്നം, അദാനി വന്നതാണോ പ്രശ്നം, സ്വകാര്യവൽക്കരണമാണോ പ്രശ്നം? ഏതാണ് നിങ്ങൾക്ക് പ്രശ്നം? ഇവിടെ കുറെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട മാധ്യമം ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ അവരെത്രയോ ചോദ്യങ്ങൾ എന്നോടും ചോദിച്ചു, അന്നേരം ഒന്നും താങ്കൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരനും ബഹുമാനപ്പെട്ട വിജയകുമാറും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, അന്നേരം ഒന്നും അങ്ങ് എന്റെ അടുത്തേക്ക് വന്നില്ല. അന്നേരം ഒന്നും എന്റെ അടുത്തേക്ക് വന്നില്ല. അങ്ങനല്ല, സന്ദീപ് ചന്ദ്രശേഖരന് മറുപടി കൊടുത്തു. മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ അതിനെ കൗണ്ടർ ചെയ്തപ്പോൾ താങ്കൾ അതിന് മറുപടി പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായും ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ അവരും ചോദിച്ചു, എന്റെ അടുത്തേക്ക് വന്നില്ല. പിന്നെ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനായി വന്നിരിക്കുന്ന അദ്ദേഹം, എനിക്ക് മാധ്യമപ്രവർത്തകനായി വന്നിരിക്കുന്ന അദ്ദേഹം പറയുകയാണ്, അദാനി ഗുജറാത്തിലും, അദ്ദേഹം എനിക്കൊന്നും മറ്റ് കമ്പനികളുടെ ആളാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ബിഡ് എങ്ങനെ അദാനിക്ക് കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ബിഡിൽ പങ്കെടുത്ത മറ്റ് കമ്പനികൾക്ക് ഇല്ലാത്ത ആക്ഷേപമാണോ? അല്ല, ബിഡ് വെറും പ്രകസനമാണ്. ഇത് പ്രൈവറ്റൈസേഷൻ അല്ല. കോടതിയിൽ ആ ബിഡ് പ്രകസനമാണ്. കേരള സർക്കാർ എന്തിനാ പങ്കെടുത്തത്? ഒറ്റ വാക്ക്, ഒറ്റ മിനിറ്റ് മതി. കാരണം ഇത് ഒരു സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബിഡിംഗ് ആയിരുന്നില്ല. അദാനിക്ക് തന്നെ ഇത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ടെൻഡർ വ്യവസ്ഥകൾ, RFPയിൽ പറയുന്ന ടെൻഡർ വ്യവസ്ഥകൾ, ഞാനൊക്കെ ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ ടെൻഡർ ചെയ്യാൻ മുൻകഴിച്ച ആളാണ് ഞാൻ. അന്ന് വന്നതാണ് ഈ അദാനി മുദ്ര പോർട്സൊക്കെ, അന്ന് വേറെ വിഷയമായിരുന്നു. ഈ RFPയിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഡർ വ്യവസ്ഥ, മുൻകാല പരിചയം. നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് ഇപ്പോഴാണല്ലോ ഈ നയംമാറ്റം വന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം, 2014 വരെ BJPയുടെ നയം ഇതാണോ? 2013 പാർലമെന്റിന്റെ കമ്മിറ്റിയുണ്ട്, ഇതിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട്, ടൂറിസത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും കമ്മിറ്റി. ആ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മുരളി മനോഹർ ജോഷി. 2013 എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് ഈ വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തെ സംബന്ധിച്ചുള്ള അജണ്ടയിൽ ഒരിക്കലും വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ലെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുത്ത സാക്ഷാൽ മുരളി മനോഹർ ജോഷി. അതെല്ലാം പോയി. ഞാൻ ജോർജ് ജോസഫിന്റെ ശരത്ത്, ഈ ടെൻഡർ വ്യവസ്ഥ അദാനിക്ക് വേണ്ടി മാത്രമല്ലേ മാറ്റിയത്? എന്താണ് മാറ്റിയത് സർ? മുൻ പരിചയം നോക്കിയാൽ RFPയിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ, പുതിയ ഒരു കാര്യമല്ല ഞാൻ പറയുന്നു, ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ 2003 ഡൽഹിയും മുംബൈയും ടെൻഡർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥ, മനസ്സിലായോ? അത് മാറ്റിയോ? ആ വ്യവസ്ഥ മാറ്റിയത് എന്തിനു വേണ്ടിയാ? അദാനിക്ക് വേണ്ടി. മുൻ പരിചയം എന്നത് മാറ്റിയിട്ട് തീർന്നില്ല. എത്ര പറയുന്നത് ഒരു അദാനി ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്.
3500 കോടിയുടെ ടേൺ ഓവറുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പങ്കെടുത്ത ഒരാളിന് പങ്കെടുക്കാമെന്ന് പറയുന്നത് അദാനിക്ക് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ മുൻ പരിചയമുണ്ടെങ്കിൽ ആർക്കായി ടെൻഡർ കിട്ടുക? ഒന്നുകിൽ കേരള ഗവൺമെന്റിന്, അല്ലെങ്കിൽ GMRന്. അല്ല, കേരള ഗവൺമെന്റ് KSIDC എത്ര വിമാനത്താവളങ്ങളാണ് നടത്തിയിട്ടുള്ളത്? KSIDCക്ക് എത്ര വിമാനത്താവളം? കേരള ഗവൺമെന്റിന് 2 വിമാനത്താവളങ്ങളുടെ പരിചയമുണ്ട്. എന്ത് പരിചയം? അല്ലെങ്കിൽ GMR കൊടുക്കും. എന്ത് പരിചയം? സിയാൽ ഭരിക്കുന്നത് കേരള ഗവൺമെന്റ് ആണോ? കേരള ഗവൺമെന്റ് എന്താണുള്ളത്? ഈ കണ്ണൂരിലെ കിയാൽ എയർപോർട്ടിന്റെ എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള ചെയർമാൻ ഉള്ള പിണറായി വിജയൻ ഉൾപ്പെടെ 4 മന്ത്രിമാർ, ഇവർക്ക് എന്താ എയർപോർട്ട് നടത്തിയുള്ള രൂപീകരിച്ചത് ആരായിരുന്നു? KSIDC. എന്തുകൊണ്ടാണ് സിയാൽ എന്ന എന്താ പങ്കെടുക്കാൻ? സിയാൽ മംഗലാപുരത്ത് പോയി പങ്കെടുത്തല്ലോ, എന്താ തിരുവനന്തപുരത്തിന്റെ ബിഡിൽ വരാഞ്ഞത്? തിരുവനന്തപുരത്തിന്റെ ബിഡിൽ എന്തുകൊണ്ടാണ് സിയാൽ പങ്കെടുക്കാഞ്ഞത്? എന്തുകൊണ്ട് കിയാൽ പങ്കെടുത്തില്ല? നിങ്ങൾ KSIDC എന്ന് പറഞ്ഞ പുതിയ സംരംഭം കൊണ്ടുവരിക. ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഇതാണ്, ആ KSIDCക്ക് എന്താണ് വിമാനത്താവളം നടത്തിയ പരിചയം? 1. 2, ഈ അദാനി വിഴിഞ്ഞം പോർട്ട് എടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടല്ലോ അദാനിക്ക് കൊടുക്കരുതെന്ന്. പിണറായി വിജയൻ തള്ളിക്കളഞ്ഞ അദാനിക്ക് തന്നെ കൊടുത്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് അദാനിയോടല്ല വിരോധം, നിങ്ങളുടെ കാര്യം നടക്കുന്നു, നിങ്ങൾക്ക് അദാനിക്ക് കൊടുക്കാം. ശ്രീ വിജയകുമാർ ശ്രീ വിജയകുമാർ ഇടതുപക്ഷ സർക്കാരിന് എന്നാണ് ഈ ഐറ്റം ശ്രീ വിജയകുമാർ ഒരു മറുപടി 3 പോയിന്റ്. 1 പ്രൈവറ്റൈസേഷൻ. ഈ പ്രൈവറ്റൈസേഷനോട് എന്നു മുതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐറ്റം ഉണ്ടായി തുടങ്ങിയത്? ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡിന് തൊട്ടുമുമ്പ് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതിനാ കേരളത്തിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വകാര്യ നിക്ഷേപം അല്ല ഇവിടെ വിഷയം, നിങ്ങൾക്ക് അദാനിയല്ല വിഷയം. ശ്രീ വിജയകുമാറിന്റെ മറുപടി ഇക്കാര്യത്തിൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് ചെയ്യാനും എയർപോർട്ട് വിട്ടുകിട്ടിയില്ല പറഞ്ഞല്ലോ. ഇനി അദ്ദേഹം പറയട്ടെ. വിജയകുമാർ ഇവിടെ കേരളം ഈ ബിഡിനെ ചോദ്യം ചെയ്യുന്നു. കേരളം ഈ ബിഡിനെ ചോദ്യം ചെയ്യുന്നു. അദാനിക്ക് വേണ്ടി അതിൽ വ്യവസ്ഥകൾ ലഘൂകരിച്ചു. കേരളത്തിന് ഇക്കാര്യത്തിൽ മുൻപരിചയമുണ്ട്. അത് KSIDCയിലൂടെയാണ് ഈ ബിഡിലേക്ക് പോയത്. അതിനെയാണ് സന്ദീപ് ചോദ്യം ചെയ്തത്. പക്ഷേ കേരളത്തിൻ്റെ ഈ മുൻപരിചയങ്ങളെ, കേരളത്തിന് മുൻപ് നൽകിയിട്ടുള്ള ഉറപ്പുകളെ എവിടെയൊക്കെയാണ് ലംഘിച്ചിട്ടുള്ളത്? സന്ദീപ് പറയുന്ന പോലുള്ള തർക്കങ്ങൾക്ക് താങ്കളുടെ മറുപടി എന്താണ് ശ്രീ വിജയകുമാർ? ഞാൻ കേരളത്തിന് ഈ ബിഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ തന്നെ അവകാശങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കി. 2003-ലും 2005-ലും സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള ഉറപ്പുകളുണ്ട്. ഞാൻ 5 വർഷക്കാലം എയർപോർട്ടുകളുടെ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരു മന്ത്രി കൂടിയാണ്. ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഈ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഇതിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ടും അന്ന് നൽകിയ ഉറപ്പ് ഏതെങ്കിലും സമയത്ത് 3 തവണ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത അനുഭവം എനിക്കുണ്ട്. ഏതെങ്കിലും 2003-ലും 2005-ലും രേഖാമൂലം തന്നിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് സ്ഥലം ഇത് സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെത് ഈക്വിറ്റി, സ്റ്റേറ്റിൻ്റെ ഈക്വിറ്റി ഷെയർ ആയിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ എയർപോർട്ടിന് സംസ്ഥാന ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന ആളല്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന ആളല്ല. ഇനിയും ഇന്റർഫിയർ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു സംശയം ചോദിച്ചത്, ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോം ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ഈ ഭൂമിയുടെ രേഖാമൂലം സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുടെ ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്, നിയമപരമായ അവകാശമുണ്ട്. അങ്ങ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അത് എപ്പോഴാണ് സാർ? അത് എയർപോർട്ട് ഇവിടെ എയർപോർട്ട് കൈമാറി, നിങ്ങൾ ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണൂ. അത് എയർപോർട്ട് വിൽക്കും, ഇവിടെ എയർപോർട്ട് വിറ്റിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. വീണ്ടും അങ്ങ് ഇടപെടുകയാണ്. വീണ്ടും ഞാൻ പറഞ്ഞത് ഇവിടെ നടത്തിപ്പാണ്. അതായത് അവിടെയുള്ള യാത്രക്കാരുടെ സുഖക്ഷേമ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അവിടെയുള്ള അമ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുക, ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ മറ്റ് അനുബന്ധ സാഹചര്യങ്ങളുടെ നടത്തിപ്പ് ചുമതലയാണ് കൈമാറിയിട്ടുള്ളത്. അങ്ങനെയാണ്. അങ്ങനെയല്ല എന്ന് ശ്രീ വിജയകുമാർ പറയുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ഡെവലപ്മെന്റ് ഉൾപ്പെടെ ഇപ്പോൾ പുതിയ ടെർമിനൽ നിർമ്മിക്കാൻ പോവുകയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 600 കോടി അതിന് മാറ്റിവെച്ചിട്ടുണ്ട്.
അതും കൂടെ ചെലവഴിക്കാൻ വേണ്ടി മാനേജ്മെന്റ്, ഓപ്പറേഷൻസ്, ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് അല്ല, അത് മൂന്നും എയർപോർട്ടിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അല്ലല്ലോ, പിന്നെന്താണുള്ളത്? എയർ ട്രാഫിക് കൺട്രോൾ, ഫ്ലൈറ്റ് ഓപ്പറേഷൻ, സെക്യൂരിറ്റി, കസ്റ്റംസ്, അതാണ് ഓപ്പറേഷൻസ്, മാനേജ്മെന്റ്, ഡെവലപ്മെന്റ്. ഉടമസ്ഥത ആരുടെയിലാണ്? ഈ എയർപോർട്ടിന്റെ ഉടമസ്ഥത ആരുടെയിലാണ്? ഉടമസ്ഥത അദാനിയുടെയിലാണോ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലാണോ, സംസ്ഥാന സർക്കാർ? അത് സാങ്കേതികമാണ്, അത് വെറും സാങ്കേതികമാണ്. 50 വർഷത്തെ അല്ലല്ല, സീരിയസ്ലി ശ്രീ ചന്ദ്രശേഖരൻ, അല്ലല്ല, 50 വർഷം പറഞ്ഞിട്ട് ഇപ്പൊ സാങ്കേതികമാണെന്ന് നേരത്തെ പറയുന്നത്. ഇതിന്റെ ഉടമസ്ഥത ഇപ്പോഴും എയർപോർട്ട് നേരത്തെ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ വെറും സാങ്കേതികമാണ്. എന്ത് സാങ്കേതികം സർ? ശ്രീ ചന്ദ്രശേഖരൻ, താങ്കൾ കൂടി ഈ ചർച്ചയിലേക്ക് ഈ തർക്കത്തിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ശ്രീ വിജയ് പറയാൻ വരാം. നിങ്ങൾ കേട്ടാൽ അതിശയപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയാം. വേഗം. ഇതൊരു ഒത്തുകളി എന്ന് പറയാൻ കാര്യം 6 എയർപോർട്ടുകളാണ് ടെൻഡർ ചെയ്തത്. 3 എയർപോർട്ടുകൾ തർക്കമില്ലാതെ കൊടുത്തല്ലോ. എപ്പോൾ കൊടുത്തു? ഏതൊക്കെയാ? അഹമ്മദാബാദ് 3 എയർപോർട്ടുകൾ ഞാൻ പറയാം. ശരി. അല്ലല്ല, അത് ഏറ്റവും പറഞ്ഞേ പറ്റൂ അല്ലേ? പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞുതരാം. മംഗലാപുരം, മാംഗ്ലൂർ, അഹമ്മദാബാദ്, ലക്നൗ കൊടുത്തല്ലോ. എപ്പോഴാണ് കൊടുത്തതെന്നറിയാമോ? അത് അദാനിക്കാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ അത് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ? ആ ടേക്ക് ഓവർ ചെയ്യാതിരിക്കുമ്പോഴാണ് വീണ്ടും 3 കൂടി നൽകുന്നത്. ഇതെല്ലാം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. എതിർപ്പുകളും പ്രതിഷേധങ്ങളും വരാം. അത് ആ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇതുകൂടി വളരെ വ്യക്തമാണ്. അദാനിക്ക് വേണ്ടി, അദാനിയുമായിട്ടുള്ള ഡീലാണിത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൈമാറിയത് ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ വരാം. സന്ദീപ്, അദ്ദേഹത്തിന്റെ ഒരു ഊഴമാണ്. ഞാൻ വരാം. സന്ദീപ് വരാം. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം നമ്മൾക്ക് കേരളത്തിന് ഇന്ന് പൊതുവിൽ പറയുന്നതാണല്ലോ, ഈ വിമാനത്താവളങ്ങൾ നടത്തി വിജയിപ്പിച്ച മുൻപരിചയമുണ്ട്. സിയാലിൽ തന്നെ നേരത്തെ ഒരു തർക്കം വന്നിട്ടുണ്ട്. 12 ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ 6 പേരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളാണ്. അതിൽ തന്നെ 1/3 ഷെയറും സർക്കാരിൻ്റേതാണ്. അതിൻ്റെ ആസ്തി മൂല്യം നോക്കിയാൽ തന്നെ 12,000 കോടി ഒരു ഉദ്ദേശ കണക്കാണ്. അത് അങ്ങനെ വിൽക്കാൻ ലഭിച്ചാൽ കിട്ടാവുന്നതാണ്. അതിൽ തന്നെ 6,000-7,000 കോടി സർക്കാരിന് തന്നെ ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ സിയാൽ കെ കരുണാകരൻ്റെ കാലത്ത് ആരംഭിച്ച് പുതിയ വിമാനത്താവളങ്ങൾ ആരംഭിക്കാൻ കേന്ദ്രം തയ്യാറാകാത്ത ഘട്ടത്തിലാണ് പുതിയ വഴികളെന്ന് ആരംഭിച്ചത്. അതുതന്നെയാണ് കണ്ണൂരും പിന്തുടർന്നു വന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രവർത്തിച്ചു വന്ന വിമാനത്താവളം അതിന് പൊതു താല്പര്യാർത്ഥം സൗജന്യമായി അടക്കം നൽകിയിട്ടുള്ള ഭൂമി 50 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നു. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഉടമസ്ഥാവകാശം എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലില്ലേ? ഇതാണ് ഒരു ചോദ്യം ശ്രീ സന്ദീപിൻ്റേത്. കേരളത്തിന് ഇക്കാര്യത്തിലുള്ള മുൻ പരിചയങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിക്കാമോ? കോടതിയിൽ നിലനിൽക്കുന്ന കേസിന് വിധേയമായിരിക്കും അന്തിമ തീരുമാനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണോ? മാർച്ചിൽ രാജ്യസഭയിൽ എളമരം കരീമിനോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്, സബ് ജുഡീസാണ്, കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് മറ്റ് തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ പൊടുന്നനവേ കേന്ദ്രം ഉത്തരവിറക്കി 50 വർഷത്തേക്ക് പാട്ടത്തിന് അദാനിക്ക് കൊടുക്കുന്ന തീരുമാനം വരികയും ചെയ്തു. ശ്രീ ചന്ദ്രശേഖരൻ, നമ്മളിവിടെ ഈ സന്ദീപിൻ്റെ മറുപടി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് വിട്ടേക്ക്. ഞങ്ങളിതിനെ കാണുന്നത് എന്താ അറിയോ? ഈ ലോക്ക്ഡൗൺ പീരീഡിൽ 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി വഴി നടത്തിയ പ്രഖ്യാപനത്തിൽ കൽക്കരി പാടങ്ങൾ വിൽക്കുന്നതിന് മുൻപരിചയം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. അപ്പം മുൻപരിചയം എന്ന് പറയുന്നത് വിജയകുമാർ വലിയ തോതിൽ ആർഗ്യുമെൻ്റ് വെക്കുമ്പോഴും മുൻപരിചയം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ മുൻപരിചയമില്ലാത്ത ആരുണ്ടോ അവർക്ക് സ്ട്രാറ്റജിക്കായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാടാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് കൊണ്ടുവന്ന നയത്തെക്കുറിച്ച് പറഞ്ഞു, അതൊന്നും ഞാനിപ്പോൾ മറുപടി പറയാൻ തയ്യാറല്ല. കാരണം എന്താ പറയുക, കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ 2014 വരെയുള്ള BJP അല്ലല്ലോ ഇപ്പോഴത്തെ BJP. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ, നരേന്ദ്രമോദി ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം ഭാരതവൽക്കരണമായിരുന്നു. ആരെങ്കിലും മറന്നുപോയി? സന്ദീപിന് ഓർമ്മയുണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. ഭാരതവൽക്കരണം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രതലമാണ് BJP ഉപയോഗപ്പെടുത്തിയത്. ഇത് ഭാരതവൽക്കരണത്തിൻ്റെ ഭാഗമാണോ ഈ പൊതുമേഖല അല്ലെങ്കിൽ പൊതുസ്വത്ത് മുഴുവനും വിൽക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നയം മാറ്റം എന്ന് പറയുന്നത് മുൻപരിചയമില്ലെങ്കിൽ പോലും സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ബഹിരാകാശ ഗവേഷണം അടക്കം വിൽക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അതിന് 50 വർഷത്തെ ലീസ് വിൽപ്പനയല്ല എന്നൊക്കെ ധരിച്ചാൽ
നമ്മുടെ രാജ്യത്ത് എത്രയോ ലീസിൻ്റെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ ഒരു ചർച്ചയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി എടുക്കുന്നതിന് പകരം നമ്മളാകെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനം, അതിൻ്റെ സ്വത്ത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കേരള ഗവൺമെൻറ്റിന് 100% അവകാശമുള്ള നമ്മുടെ ഭൂമി, നമ്മുടെ പൈതൃക സ്വത്ത്, അത് അദാനിക്ക് 50 വർഷത്തേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതും സീപോർട്ട് മാത്രം നടത്തി പരിചയമുള്ള ഒരാളിന് എയർപോർട്ട് കൊടുക്കുന്ന സംവിധാനമാണത്. കൊടുത്ത വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ശ്രീ ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്നത് അതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് മലയാളിയെ സംബന്ധിച്ചെന്ന നിലയിലാണോ? തീർച്ചയായിട്ടും ഇന്ന് ആൾ പാർട്ടി മീറ്റിങ്ങിലെ തീരുമാനം എന്താ? ഞാനൊരു ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ഒരു നിലവിലുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ന കക്ഷിയുടെ ഗവൺമെൻറ് എന്നല്ല. കേന്ദ്രത്തിലായാലും ഇവിടെ ആയാലും ഗവൺമെൻറ്റാണ്. പക്ഷെ നമുക്ക് തോന്നുന്ന വിചാരം കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആവുന്നില്ല. ആ പക്ഷപാതം അദ്ദേഹത്തിനുണ്ടെന്നാണ് സന്ദീപിന്റെ പരാതി. രാജ്യം മുഴുവൻ വിൽക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഡിഫൻസ് പ്രൊഡക്ഷൻ വിൽക്കാൻ തീരുമാനിക്കുന്നു. കൽക്കരി പാടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത മേഖലകളും വിൽക്കുകയാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ സന്ദീപെ വഴക്കിനൊന്നും ഞാനുള്ള ആളല്ല, സന്ദീപിന് വഴക്കൊന്നുള്ള ആളല്ല. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 6 വർഷമായി നമ്മൾ കാണുന്ന വസ്തുതയാണ്. നമുക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ വിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വകാര്യ കമ്പനികൾ കടന്നു വന്നത് എത്ര എണ്ണം പൂട്ടി? ആര് കൊണ്ടുപോയി പൈസ? എങ്ങനെ പോയി? ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റ് മൻമോഹൻ സിംഗിനോടും സോണിയാഗാന്ധിയോടും ഒക്കെ ഉള്ള അഭിപ്രായം ഇത് തന്നെയാണോ, സ്വകാര്യവൽക്കരണത്തെ പറ്റി? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരന് മൻമോഹൻ സിംഗും നരസിംഹറാവുവും ഇന്ത്യയെ വിറ്റു തുലച്ചു എന്ന അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞല്ലോ, അദ്ദേഹം പറയട്ടെ. അന്നത്തെ സ്വകാര്യവൽക്കരണമാണോ ഇപ്പൊ നടത്തുന്നത്? മനസ്സിലാക്കിയേക്കുന്നത് സന്ദീപ് എന്താ വ്യത്യാസം? 100 വ്യത്യാസം പറഞ്ഞുതരാം. 100 വ്യത്യാസം. രാജ്യത്ത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ നിങ്ങൾ സന്ദീപ് കണ്ട എന്താ? വിദേശത്തെ വെറും പ്രൈവറ്റ് മുതൽ മുടക്കെന്നാണ്. അങ്ങനെയാണോ കാണേണ്ടത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് അതിൻ്റെതായ കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. ആ കണ്ടീഷണാലിറ്റീസ് വെച്ചുകൊണ്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. അതിനെ വെറും സ്വകാര്യവൽക്കരണമായി നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. വിജയകുമാർ മറുപടി പറയേണ്ടതാണ്. ഞാൻ അതിൽ നിന്നൊക്കെ ബഹുദൂരം മുന്നിലോട്ട് എന്താണ് FDI എന്നുള്ളത് നിങ്ങൾ നോക്ക്. വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാതെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനെ ഒരു സ്വകാര്യവൽക്കരണമായിട്ട് നിങ്ങൾ ചെറുതായി കാണരുത്. ശരി. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് നേരത്തെ പറഞ്ഞല്ലേ, മലയാളിയെ സംബന്ധിച്ച് നിലനിന്ന ഒരു വിമാനത്താവളമാണ്, പുതിയൊരു സംരംഭം രൂപപ്പെടുത്തിയതല്ല. അതാണ് സിയാലിലും നെടുമ്പാശ്ശേരിയിലും കണ്ണൂരും നമ്മൾ കണ്ടത്. കേന്ദ്രം അങ്ങനെ പണം മുടക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേരളം പോലെ ഒരു വളരുന്ന സമൂഹത്തിന് പുതിയ സംവിധാനങ്ങളിലേക്ക് പോകുന്നു. പൊതുഗതാഗതം ആ നിലയിൽ മാറുന്ന ഘട്ടത്തിൽ പുതിയ സാധ്യതകൾ തേടി ഇവിടെ ഇവരൊക്കെ പറയുന്ന ചരിത്രപരമായ പൈതൃകപരമായ ഒരു വിമാനത്താവളം, അതിന് 600-ൽ പരം ഏക്കർ ഭൂമി പല കാലത്തായി സൗജന്യമായും ഉപാധികളോടെയും കൊടുത്തൊരു ഭൂമി, നമ്മുടെ ഭൂമി, നമ്മുടെ യാത്രക്കാർ, അതിലൂടെ രൂപപ്പെടുന്ന ഈ വരുമാനം അത് കൊണ്ടുപോകേണ്ടതൊരു അദാനിയാണോ എന്ന മലയാളിയുടെ ചോദ്യം. അതിനൊരു സർക്കാരും കേരളത്തിൻ്റെ 99% രാഷ്ട്രീയ പ്രാതിനിധ്യവും ഒന്നിച്ചു നിന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മലയാളിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വല്ലാത്തൊരു ഇമോഷണൽ ഇഷ്യൂ കൂടിയല്ലേ? തീർച്ചയായിട്ടും ശരത്തെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ബിഡിങ് എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിരുന്നു, തട്ടിപ്പായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം, ഈ 6 എയർപോർട്ടും എങ്ങനെയാണ് മുൻ പരിചയമില്ലാത്ത, ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരേ കമ്പനിക്ക് കിട്ടുന്നത്? എങ്ങനെയാണ്? അത് നിർബന്ധമില്ല. പ്രശ്നം 6 മുൻപരിചയം ഇതിന് വിഷയമേ അല്ല, താല്പര്യം, കണ്ടീഷണാലിറ്റി അല്ല. എന്തോ അങ്ങനെ ഈ ബിഡിൽ അത് പറഞ്ഞിട്ടില്ല. there was no condition for prior experience. പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കമ്പനിക്ക് തന്നെ 6 എയർപോർട്ടുകൾ കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പം ഒരു എയർപോർട്ട് എങ്കിലും വേറൊരു കമ്പനിയാണ് ബിഡ് ചെയ്ത് പിടിച്ചെങ്കിൽ അതിനകത്തൊരു സുതാര്യത കാണാം. 6 എണ്ണം ലേലത്തിന് വെക്കുന്നു, ആ 6 എണ്ണവും അദാനിക്ക് തന്നെ കിട്ടുന്നു എന്ന് പറയുന്നിടത്ത് ഒന്നും തോന്നുന്നില്ല, ഒരു അസ്വാഭാവികതയും ആർക്കും ഫീൽ ചെയ്യുന്നില്ലേ?
BJP-ക്കാർക്ക് ഫീൽ ചെയ്യില്ല. അല്ല ശ്രീ ജോർജ് ജോസഫ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തോന്നുന്ന ശ്രീ ജോർജ് ജോസഫ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തോന്നുന്ന പല സ്വാഭാവികതകൾക്കും മറുപടിയില്ലല്ലോ. പിന്നെ ഒരു കാര്യം, അതെ, മറുപടി ഇല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് വളരെ എക്സലന്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 1000 കോടി രൂപയുടെ ഒരു സൗകര്യം, ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെയാണ്. 1000 കോടി രൂപ. ഇന്ത്യയിലെ IIT-കൾക്കോ ഇന്ത്യയിലെ JNU-നോ അതുപോലെ ഉന്നത യൂണിവേഴ്സിറ്റികളോ ഒന്നും ആ ലിസ്റ്റിൽ ഇല്ലാതിരിക്കെ ഇത് മുകേഷ് അംബാനിക്ക് കിട്ടുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഒരൊറ്റ കാര്യം കൂടി, നേരത്തെ സന്ദീപ് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇതിന്റെ ഉടമസ്ഥാവകാശം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കല്ലേ? പിന്നെ പാട്ടത്തിന് അദാനി കൊണ്ടുപോയാൽ എന്ത്? ഉടമസ്ഥാവകാശം പോകുന്നില്ലല്ലോ. ഉടമസ്ഥാവകാശം പോയാലല്ലേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിൽ കേരളത്തിന്റെ അവകാശം സംരക്ഷിക്കേണ്ടതുള്ളൂ. അതിനു മാത്രമാണ് ഉപാധി. ഇവിടെ വിൽപ്പനയില്ല, പാട്ടം മാത്രമേ ഉള്ളൂ 50 വർഷത്തേക്ക്. പിന്നെന്താണ് കുഴപ്പം? ശ്രീ ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒപ്പം തന്നെ പറഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇത് റീറ്റെയിൽ ബിസിനസ്, പെട്രോകെമിക്കൽ ബിസിനസ്, ഇതെല്ലാം മുകേഷ് അംബാനിയുടെ മനസ്സിലായി. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഞാൻ ഈ തർക്കത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം താങ്കളുടെ മുമ്പാകെ വെക്കാം. നേരത്തെ ശ്രീ സന്ദീപ് ചോദിച്ചത് ഇത് വിൽപ്പനയല്ല, പാട്ടത്തിന് കൊടുക്കലാണ്. വിൽപ്പനയാണെങ്കിലാണ് കേരള സർക്കാരിൻ്റെ അവകാശവാദത്തെ പരിഗണിക്കേണ്ട ബാധ്യത കേന്ദ്രത്തെ സംബന്ധിച്ചുള്ളൂ എന്ന നിലയിലൊരു വാദം BJP എടുക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ. അതാണ് അദ്ദേഹം ഈ ചർച്ചയിൽ വെച്ചത്. അതുതന്നെയാണ് ശ്രീ മുരളീധരൻ കേന്ദ്രമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി. പാട്ടമാണല്ലോ, വിൽപ്പനയല്ലല്ലോ. അല്ല ശരത്തെ, ഞാൻ ചോദിക്കട്ടെ, 50 വർഷത്തെ പാട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോ മൂന്നാറിലും നമ്മുടെ ഹൈ റേഞ്ചസിലുള്ള പല എസ്റ്റേറ്റുകളും പല ഇതുമെല്ലാം വലിയ വലിയ കമ്പനികളുടെ കയ്യിലിരിക്കുന്നത് പണ്ട് പാട്ടത്തിന് കൊടുത്താണ്. ആ പാട്ടത്തിന്റെ കാലാവധി എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഏതെങ്കിലും 1 ഏക്കർ ഭൂമി അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പാട്ടക്കരാർ കഴിഞ്ഞിട്ടും സാധിക്കുന്നുണ്ടോ? അപ്പൊ 50 വർഷത്തെ പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് അത് എന്തിനു തുല്യമാണ്? 50 വർഷം കഴിഞ്ഞിട്ട് വേറൊരു കമ്പനിയെ എത്തിക്കാം, പാട്ടക്കരാർ കഴിഞ്ഞു വേറൊരു വിൽപ്പനയ്ക്ക് തുല്യമാണ്. കേരളം തന്നെ ഒരുപാട് ഉദാഹരണമുണ്ട്. ശരി, ഞാൻ ഈ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫിനോട് ചോദിക്കട്ടെ, അങ്ങേക്ക് ഈ ദുബായിലെ ടെലികോം കമ്പനി വന്ന് ഇവിടെ സ്മാർട്ട് സിറ്റി ഏറ്റെടുത്ത സമയത്തും അവിടെ ഇൻഫോ പാർക്ക് 99 വർഷത്തേക്കൊക്കെ പാട്ടത്തിന് കൊടുത്തപ്പോൾ അങ്ങേക്ക് ഈ ആശങ്കയില്ലായിരുന്നോ? ആ 99 വർഷത്തേക്കാണല്ലോ പാട്ടത്തിന് കൊടുത്തത്. 1 രൂപ പോലും, എത്രയായിരുന്നു? 1 രൂപ വിലയ്ക്ക്, 1 സെന്റിന് 1 രൂപ വിലയ്ക്ക് ഇവിടെ ഭൂമി കൈമാറിയിട്ടില്ലേ നിങ്ങളുടെ 2 സർക്കാരുകളും? അന്നൊന്നും അങ്ങയിലെ മാധ്യമ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്റെ സംശയം ഞാൻ ചോദിച്ചത് സന്ദീപ്, അതിൽ നമ്മൾ വികസിച്ച ടെക്നോ പാർക്കോ ടെക്നോ സിറ്റിയോ ഇൻഫോ സിറ്റിയോ ഒന്നും അല്ല പാട്ടത്തിന് കൊടുത്തത്. ഒരു സംവിധാനത്തെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഓഫറാണ്. അതാണ് വ്യവസായ ആകർഷിക്കൽ, നിക്ഷേപത്തെ ആകർഷിക്കൽ. ഇതങ്ങനെയാണോ? ഈ വിമാനത്താവളം 100 ഈ പറഞ്ഞ 100-ൽ പരം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി. അത് ചെറുതാകാൻ 5% ഉള്ള പറഞ്ഞ പോയിന്റ് ഇപ്പൊ കൃത്യമായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താ? എങ്ങനെയായിരുന്നു എയർപോർട്ട് നടന്നിരുന്നത് എന്നപ്പോൾ ചർച്ച ചെയ്യണം. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാരുകളുടെയും നയം ബിസിനസ് നടത്തലല്ല എന്നാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. ലോകത്തിലെ ഒരു സർക്കാരുകളും ബിസിനസ് നടത്തുന്ന സർക്കാരുകളില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട വിജയകുമാർ ഇരിപ്പുണ്ടല്ലോ. ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട വിജയകുമാർ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ 2 സർക്കാർ, ബഹുമാനപ്പെട്ട ചന്ദ്രശേഖറുണ്ട്, 2 സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ട് KSRTCയുടെ അവസ്ഥ എന്താ? ഒരു KSRTC മര്യാദയ്ക്ക് KSRTCയിലെ പറ്റാത്ത അവസ്ഥയിൽ ഗതികേടിലാണ് അവൻ. KSRTCയുടെ അവസ്ഥ അല്ല, നിങ്ങൾക്കൊരു മൂത്രപ്പുരവരും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്തവരാണ്. KSRTCയുടെ അവസ്ഥയാണ് പറഞ്ഞത്. KSRTC എറണാകുളത്ത് മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ട് മൂത്രപ്പുരം മര്യാദക്കല്ലെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചു. പിന്നെ അങ്ങ് ചെയർമാൻ ആയിരുന്നല്ലോ KTDC. ഇവിടെ മസ്കറ്റ് ഹോട്ടൽ. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്താണ് മസ്കറ്റ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. എന്താ മസ്കറ്റ് ഹോട്ടലിന്റെ അവസ്ഥ? എന്തിയെ? എവിടെയുണ്ട് ഒരാൾ? സംസ്ഥാന സർക്കാർ വെക്കുന്ന ചില സെമിനാറുകളും പരിപാടികളും മസ്കറ്റ് ഹോട്ടലിൽ നടക്കും എന്നല്ലാതെ ഒരു പ്രീമിയർ ഹോട്ടലായി
ആയിരുന്ന മസ്കറ്റ് ഹോട്ടൽ. ഇന്ന് മസ്കറ്റ് ഹോട്ടലിന്റെ അവസ്ഥ എന്താ? അല്ല, നമ്മുടെയൊക്കെ അനുഭവത്തിൽ അതൊരു അഭിമാന ചർച്ച സ്ഥാപനം എന്താണ്? തന്നെയാണ് കേരളത്തെ അഭിമാനമാണ്. സംബന്ധിച്ച്. നിങ്ങൾക്ക് പറയാം. കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് CPM-ന്റെ ആൾക്കാരെ ശരത്ത്. എവിടെയൊക്കെ തിരികെ കയറ്റാൻ പറ്റുന്നോ അതൊക്കെ അഭിമാന സ്തംഭങ്ങളാണ്. ഞാൻ മസ്കറ്റ് ഹോട്ടലിനെ മര്യാദയ്ക്ക് കുറിച്ചാണ് ജനങ്ങൾക്ക് പറഞ്ഞത്. പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനം നടത്തിയാൽ അത് കുഴപ്പം. ഏതായാലും CPM-ന് പിൻവാതിൽ കൂടി KTDC നടത്താൻ ചെയർമാൻ പറ്റുന്ന എല്ലാ അഭിമാനം. ഈ വിജയകുമാറിന് ഇപ്പൊ അതിനും കൂടെ മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം. ഇതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അല്ല, എങ്കിൽ പോലും ഇത് വളരെ- ചർച്ചയല്ലേ? അതെന്താ? ഒരു ചർച്ചയല്ലേ? വിചിത്രം. പറയട്ടെ. അതെന്താന്ന് കയറി ചോദിക്കണോ? അതെ, KTDC-യുടെ അവസ്ഥയാണ് ഞാൻ മസ്കറ്റിന്റെ നിങ്ങൾ കാര്യം താങ്കൾ ചോദിച്ചത്. പറയൂ. എന്താന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അതെ. പറയുമല്ലോ. അല്ല, പറയട്ടെ, അദ്ദേഹം പറയണ്ടെന്ന് പറയട്ടെ. പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. No, no, no. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അങ്ങനെ അഡ്വാൻസ് ആവണ്ട. അല്ല, മറുപടി പറയണ്ട വേണ്ട. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത്രയ്ക്ക് മോശമല്ലല്ലോ. ഞാൻ പറയുമ്പോ എന്താന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? അങ്ങനല്ല സാറോ ചോദിച്ചത്. No, no, no. അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സന്ദീപേ, ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ചോദിച്ചത്. നല്ലൊരു സുഹൃത്താണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിലല്ല ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ടത്. ഇവിടെ വേറെ ആരും അങ്ങനെ ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ച് വേറെ ആരെങ്കിലും- നിർത്തൂ. ആരെങ്കിലും അദ്ദേഹം പറയട്ടെ. ചെയ്തോ? അല്ല, തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ അതെ, അത് ചോദിച്ചത് അത് മാറി. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലല്ലോ. പറയാൻ വന്നപ്പോ നിങ്ങൾ അങ്ങനെ ചോദിക്കാമോ? അല്ല, പറയില്ല എന്ന് പറഞ്ഞോണ്ടാ ചോദിച്ചത്. അങ്ങ് പറയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എത്ര എന്താ എന്താ പറയാത്തത്? പറയില്ല എന്ന് പറഞ്ഞത്? ആ. ഞാൻ പറയാൻ വന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ KSRTCയുടെ കാര്യവും മസ്കറ്റ് ഹോട്ടലിൻ്റെ കാര്യവും കമ്പയർ ചെയ്ത് വില കുറച്ചൊരു ഡിസ്കഷനെ മാറ്റാമോ? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ മിനി നവരത്ന കമ്പനികളിൽപ്പെട്ടതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒരു വെറും കമ്പനിയല്ല. കേന്ദ്ര നിയമം അനുസരിച്ച്, സെൻട്രൽ ആക്റ്റാണ്, ആദ്യം മനസ്സിലാക്കണം. ശരി. അതിലൊക്കെ നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. സെൻട്രൽ ആക്ട് നിലനിൽക്കുകയാണ്. സെൻട്രൽ ആക്ട് മാറ്റാൻ ആർക്കാ അവകാശം? പാർലമെൻറ്റിനാണ് അവകാശം. പാർലമെൻറ്റാണോ എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചത്? മന്ത്രിസഭയ്ക്ക് എന്താ അവകാശം? കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അവകാശമില്ല. അവകാശമില്ല എന്നാണ് ഞാൻ ആർഗ്യ ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് പറയുകയാണ്. ഒരു സെൻട്രൽ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, വാസ്തവത്തിൽ അത് സ്വകാര്യവൽക്കരിക്കാൻ പാർലമെൻറ്റിന് നിയമ ഭേദഗതി കൊണ്ടുവന്ന് ചെയ്യാം. കറക്റ്റാണ്, അല്ലാതെ ചെയ്യാൻ പാടില്ല. ആ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഞാൻ പറഞ്ഞില്ല ഒരു മിനി നവരത്ന കമ്പനി ഒരു വർഷം 30,000 കോടിയാണ് കേന്ദ്ര സർക്കാരിന് നൽകുന്നത്. 30,000 കോടി രൂപ ലാഭത്തിൽ. ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ മാത്രം ലാഭം 2017-18 170 കോടിയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇത്ര കണ്ട് സ്വത്ത് അസറ്റ്സ് ഉള്ളതാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിനെ ഡെവലപ്പ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. അതിന് തന്നെ ആ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യാതെ അത് സ്വകാര്യവൽക്കരിക്കുക മാത്രമല്ല ഒരു പ്രത്യേക കോർപ്പറേറ്റിന് വേണ്ടി അത് കൈമാറുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണിത്, കേരളത്തിൻ്റെ സ്വത്താണ്. അത് ആ വിധത്തിൽ തീരെഴുതുന്ന ഒരു നിലപാടിലേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് ആ വിധം പോകുന്നത് കേരളത്തിന് യോജിക്കാനേ കഴിയില്ല എന്ന് പറയുന്നൊരു നിലപാട്, ആ നിലപാടിന് മുമ്പിൽ കേന്ദ്ര സർക്കാരിന്, ശ്രീ വിജയകുമാർ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ മുട്ടുമടക്കുമോ? കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് തിരുത്തുമോ? കോടതി പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് ശ്രീ ജോർജ് ജോസഫിനെ പോലെയുള്ള ആൾ. അത് വേറെ വിഷയം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുനർചിന്തനം ഇക്കാര്യത്തിൽ വേണം. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം എയർപോർട്ട്, മറ്റ് എയർപോർട്ടുകളുടെ കാര്യം എല്ലാം കൂടി ഞാൻ ക്ലബ് ചെയ്യില്ല. ട്രിവാൻഡ്രം എയർപോർട്ട് കേരളത്തെ സംബന്ധിച്ച് അതൊരു വൈകാരികമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ലാൻഡ് ഒരു വലിയ ഇഷ്യൂ ആണോ? അതിൽ ലാൻഡ് മാത്രമല്ല, ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് ഈ ഇന്ത്യ രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള എയർപോർട്ടാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാ? അതും ട്രിവാൻഡ്രം എയർപോർട്ടാണ്. വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ട്രിവാൻഡ്രം എയർപോർട്ട് ഒരു പൈതൃക സ്വത്തായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും അതിനെ കാണുന്നത്. അത് ഈ രൂപത്തിൽ ഒരു വിൽപ്പനയ്ക്ക് ചെയ്യാൻ പാടില്ല. അതൊരു വൈകാരികമായി തന്നെ ജനങ്ങൾ നോക്കിക്കാണും. ജനങ്ങൾ ആകെ പ്രതികരിക്കും. താങ്കളുടെ മുൻ വിശദീകരണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അടിസ്ഥാനപരമായ ചോദ്യത്തിന് അങ്ങ് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല ബഹുമാനപ്പെട്ട വിജയകുമാർ. അങ്ങ് എന്നോട് ശോഭിച്ചിട്ട് കഥയില്ല. എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം ഞാനിപ്പോഴും ചോദിക്കും, ഈ ഭൂമി ആര് കൊണ്ടുപോയി? ഈ ഭൂമി ആർക്കും കൈമാറിയിട്ടില്ല. അതിന്റെ എന്റെ സുഹൃത്തെ, ഇത് ലീസാണെങ്കിലും വിൽപ്പനയ്ക്ക് തുല്യമാണ്. അല്ലല്ലോ, അങ്ങനെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കലല്ലേ. അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സന്ദീപ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ എല്ലാം എന്നെ അടിച്ചമർത്താതെ. ഞാൻ പറയുന്നത് അതെ അതെ, ലീസ് ചന്ദ്രശേഖരനായാലും ശ്രീ ജോർജ് ജോസഫ് ആയാലും ശ്രീ എം വിജയകുമാർ ആയാലും പറഞ്ഞ പാട്ടത്തിന്റെ അപകടമുണ്ട്. അങ്ങ് ഈ പറയുന്ന ടൈറ്റിൽ ഡീഡിൽ മാറ്റം വന്നിട്ടുണ്ടോ?
ടൈറ്റിൽ ഡീഡിൽ മാറ്റം വരുന്നില്ല. ഇപ്പോൾ സന്ദീപ്, എൻ്റെ ഒരു ചോദ്യം കേൾക്കുമല്ലോ. എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ. ടൈറ്റിൽ ഡീഡിൽ മാറ്റം വരുന്നില്ല, പാട്ടം മാത്രമേ ഉള്ളൂ. ഉടമസ്ഥാവകാശം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഒരു മലയാളിയെ സംബന്ധിച്ച് ഇങ്ങനെ ഇതിൽ നിന്നുണ്ടാക്കുന്ന ആദായം അദാനി കൊണ്ടുപോകാമോ? എങ്ങനെ എന്തിനു? അപ്പൊ അവൻ അതിനനുസരിച്ചുള്ള സർവീസുകൾ കിട്ടുന്നില്ല. നിങ്ങൾ എന്താ അത് പറയാത്തത്? അവിടെ അതിന് തയ്യാറായി കേരളം നിൽക്കുമ്പോൾ സന്ദീപ് നോക്കൂ, എന്നിട്ട് ആ വികസനം ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. പിന്നെ യൂസേഴ്സ് ഫീയും വാങ്ങിച്ച് നമ്മുടെ യാത്രക്കാരെയും നമ്മുടെ ഭൂമിയെയും പിഴിഞ്ഞിട്ട് ഒടുവിൽ അത് അദാനിക്ക് കൊടുക്കേണ്ടതാണോ? അവിടെയാണല്ലോ നമ്മുടെ ചോദ്യം. അതാണ് പറഞ്ഞത്. സന്ദീപ് നോക്കൂ, ഇതിലൊരു നിയമപരമായ തർക്കം നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ ഇതിന് സർക്കാരിൻ്റെതായ ബദൽ മാർഗം വെച്ചിട്ട് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. ഈ രണ്ടിനും മറുപടി പറയാതെ നിൽക്കുമ്പോഴാണ് ഒരു ഉത്തരവിറക്കി ഇത് അദാനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ഈ വരുമാനവും ഈ ലാഭവും അദാനി കൊണ്ടുപോകേണ്ടതാണോ എന്നൊരു ചോദ്യത്തിന് മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാണ്. ഏതിനാണ് മറുപടി? ശ്രീ ചന്ദ്രശേഖർ, ഞാനീ പറഞ്ഞതിന് തന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഒരു നിയമം അനുസരിച്ച് എല്ലാ ബിഡിൽ പങ്കെടുത്തു. സർ, അതിൽ തർക്കം തർക്കമുണ്ടല്ലോ. സന്ദീപ്, തർക്കമുണ്ടതിൽ കോടതിയിൽ കേസ് നിൽക്കുന്നു. ഇതിനൊരു ബദൽ പ്രപ്പോസൽ അല്ല, അത് കഴിഞ്ഞാണല്ലോ കേസ് വരുന്നത്. അതിനുശേഷമാണല്ലോ കേസ് വരുന്നത്. എങ്ങനെയാണ് ടെൻഡർ നടപടികൾ, ലേല നടപടികൾ ഇതിന് ശേഷമല്ലേ സാർ? അതിൽ ശ്രീ വിജയകുമാർ, എങ്ങനെയാണ് നിയമപരമായ തർക്കം ഉണ്ടാകുന്നത്? ലേലം നടന്നു കഴിഞ്ഞിട്ടല്ലേ? ലേലത്തിന് മുമ്പാണോ അതിൽ തർക്കിക്കാൻ പറ്റുക? ശ്രീ വിജയകുമാർ, ലേലത്തിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ ആയിരിക്കണമെന്നാണ്. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പല ഡിസ്കഷൻസ് നടന്നു. മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലും അല്ല ചീഫ് സെക്രട്ടറി നിലവാരത്തിലും ഒക്കെ ഡിസ്കഷൻ നടക്കുന്നില്ല. അങ്ങനെ ഇതിനെ അവഗണിച്ചുകൊണ്ട് ബിഡിലേക്ക് പോയപ്പോഴാണ് അതിൽ ഇടപെടാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ രണ്ടാമത് തീരുമാനമെടുക്കുന്നത്. അല്ലെങ്കിൽ ഏകപക്ഷീയമായി പോകില്ലേ? ഏകപക്ഷീയമായി പോകാതിരിക്കാൻ വേണ്ടി അതോടുകൂടി സർക്കാരിന്റെ അവകാശം തീർന്നോ? അപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിങ്ങൾ നീതി ആയോഗിനോട് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഒരു അവകാശം കൂടെ കൊടുത്തല്ലോ. എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ വെക്കുന്ന ബിഡിനെക്കാട്ടിൽ 10% മാത്രമേ ആർക്കാണോ ബിഡ് കിട്ടുന്ന അവർ പറഞ്ഞിട്ടുള്ളെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് തന്നെ തരും എന്ന ഉണ്ടായിരുന്നു. അപ്പം ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപരമായ എല്ലാ പ്രോസസ്സിലൂടെയും അപ്പോൾ സന്ദീപിനോടൊരു ചോദ്യം. അങ്ങനെ ഒരു ക്ലോസ് വെച്ചു എന്ന് പറയുന്നല്ലോ. ആ ക്ലോസിൽ കേരളം പോലൊരു സംസ്ഥാനം, ഇതൊരു ഫെഡറൽ സംവിധാനമാണല്ലോ, അതിലൊരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി, ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയല്ല, അദാനി ഒരു ഗ്രൂപ്പിന് വേണ്ടിയാണ്. കേരളം ഒരു സംസ്ഥാനം, അതിൻ്റെ സർക്കാർ കേരളത്തിൻ്റെ പൊതുജനതയ്ക്ക് വേണ്ടി നിലപാടെടുത്തിട്ട് ആ ഗ്യാപ്പ് ഹയസ്റ്റ് ബിഡറായിട്ടുള്ള അദാനി പറഞ്ഞ കോട്ട് ചെയ്ത തുക ഞങ്ങൾക്ക് ആ ഗ്യാപ്പ് അറേഞ്ച് ചെയ്യാം, അതിന് വേണ്ടുന്ന സംവിധാനവും റൈറ്റും കോൺട്രാക്ട് ആക്ട് പ്രകാരമുണ്ട്, ആ നിലയിൽ ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തോ? അല്ല, അതാണ് അല്ല, നിങ്ങൾ ഒരു ടെൻഡറിൽ പങ്കെടുത്തു. നടപടിക്രമം അനുസരിച്ച് ഒരാൾക്ക് ടെൻഡർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ തുക ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയാണ് സാധ്യമല്ലാന്ന് കേരളത്തെ അറിയിച്ചിട്ടുണ്ടോ? അല്ല, കേന്ദ്ര സർക്കാർ, സന്ദീപ് എനിക്കറിയാത്തതുകൊണ്ടാണ് അല്ല എന്റെ ചോദ്യം, അങ്ങനെ ഒരു സജഷൻ കേരളം വെച്ചപ്പോൾ ആ സജഷൻ കഴിയില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ? റിജക്ട് ചെയ്തിട്ടുണ്ടോ അതോ പെൻഡിങ്ങിലാണോ? കോടതിയിൽ മറുഭാഗത്ത് ഇത് കോടതിയിൽ തർക്കമായി നിൽക്കുകയും ചെയ്യുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, ഇവിടെ താങ്കൾ പറഞ്ഞു, നേരത്തെ ശ്രീ ജോർജ് ജോസഫും പറഞ്ഞു, ഇത് സ്വകാര്യവൽക്കരണമല്ല കുത്തകവൽക്കരണമാണ്. പക്ഷേ ഇത് ഏതായാലും ഈ രണ്ട് ടേമിലും സംഭവിക്കുന്നതിന് വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു കൊള്ളയടിയായി മാറാമോ എന്നൊരു ചോദ്യത്തിന് ഒരു ഉദാഹരണം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് താങ്കളുടെ അഭിപ്രായത്തിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ടൊരു കാർഡ് കാണാം. നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ വന്ന മുംബൈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രശ്നം. മുംബൈ വിമാനത്താവളത്തിൽ 705 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. മുംബൈ വിമാനത്താവളം നടത്തുന്ന GVK ഗ്രൂപ്പിനെതിരെ CBIയുടെ കേസ്. മുംബൈ വിമാനത്താവളം നടത്തുന്ന GVK ഗ്രൂപ്പിനെതിരെ കേസ്. 705 കോടിയുടെ കരുതൽ ഫണ്ട് ആ ഗ്രൂപ്പ് വകമാറ്റി എന്നുള്ളതാണ് പ്രശ്നം. ഇത് പഴയ പ്രശ്നമല്ല. ഇതേ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത് CBIക്ക് പിന്നാലെ എൻഫോഴ്സ്മെൻറ്റും അന്വേഷണം നടത്തുകയാണ് ആ ഗ്രൂപ്പിനെതിരെ, ആ മുംബൈ വിമാനത്താവളം നടത്തുന്ന കമ്പനിക്കെതിരെ. കേസ് എന്താണെന്ന് നോക്കൂ. കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കേസാണ്. അതുപോലെ തന്നെ GVK എയർപോർട്ട് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ GVK റെഡ്ഡി, മകനും മിയാൽ MDയുമായ സഞ്ജയ് റെഡ്ഡി ഉൾപ്പെടെ 14 പ്രതികൾ ആ രാജ്യത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മുംബൈ വിമാനത്താവളം നടത്തുന്ന ഗ്രൂപ്പിൻ്റെ അവസ്ഥയാണ്. GVK ഗ്രൂപ്പ് മുംബൈ വിമാനത്താവളം നടത്തിപ്പ് ഏറ്റെടുത്തത് 2006-ലാണ്. നമ്മൾ 2020 ഇതിൽ ആശങ്കകളോടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് മറക്കാതെ കാണേണ്ടതാണ്. GVK ഗ്രൂപ്പ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും വിമാനത്താവളത്തിലെ വാണിജ്യ സ്ഥാപനങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്, തുച്ഛമായ വിലയ്ക്ക്
തീറെഴുതി നൽകി. ഇത് പറയാൻ കാരണം ഈ വിമാനത്താവളം അദാനിക്ക് കൊടുക്കുമ്പോഴും ഈ തർക്കത്തിൽ ഒന്നല്ല, ഓപ്പറേഷൻസ്, ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, ഈ വാണിജ്യ സ്ഥാപനങ്ങളും ഇതെല്ലാം അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് കൊടുക്കാമെന്നതാണ് ഈ മുംബൈ വിമാനത്താവളത്തിൽ GVK ഗ്രൂപ്പ് നടത്തിയത്. അങ്ങനെ ഒരു ആരോപണം, അതിൽ ഗൗരവമായ അന്വേഷണം രാജ്യത്തെ CBIക്ക് നടത്തേണ്ടി വന്നു. വാണിജ്യ സ്ഥാപനങ്ങൾ, വിമാനത്താവളത്തിലെ വാണിജ്യ സ്ഥാപനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് അവരും തീറെഴുതി നൽകി. അവർക്ക് പാട്ടത്തിന് കിട്ടിയിടത്ത് അവർ വീണ്ടും തീറെഴുതി മറ്റുള്ളവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും ഒക്കെ തരം പോലെ, താല്പര്യം പോലെ ചെയ്തു. ഇതാണതിലെ പ്രധാനപ്പെട്ട സൂചനകൾ. ഇത് കണ്ടുകൊണ്ട് ശ്രീ ചന്ദ്രശേഖരൻ എന്തു പറയും? അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഈ അനുഭവങ്ങൾ മലയാളിക്ക്, ഈ അനുഭവങ്ങൾക്ക് മുമ്പിൽ മലയാളിക്ക് കണ്ണടയ്ക്കാനാവുമോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യഥാർത്ഥത്തിൽ സന്ദീപിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ലോകത്തൊരു ഗവൺമെൻറ്റും വ്യവസായം നടത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ രാജ്യത്തിന് ലോകത്തൊരു ഗവൺമെൻറ്റും വ്യവസായങ്ങൾ നടത്താൻ പാടില്ല, ഗവൺമെൻറ് ജോലിയല്ല എന്ന് അദ്ദേഹം ആരോ ശരിക്കും പഠിപ്പിച്ച് പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ സംവിധാനത്തിനകത്ത്, ഫെഡറൽ സംവിധാനമൊക്കെ അവിടെ നിൽക്കട്ടെ, ശ്രീ വിജയകുമാർ ഇവിടെ ചോദിച്ച ചില കാര്യങ്ങൾ, ചില കണക്കുകൾ, അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്, വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാൾ, നിയമസഭയുടെ സ്പീക്കറായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഞാൻ ഭയപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ കുത്തകവൽക്കരണം നമ്മൾ കാണുന്ന ഈ ചിത്രത്തിനകത്ത് പ്രൈവറ്റ് മുതലാളിമാർക്ക് നമ്മുടെ പൊതു സ്വത്ത് കൈമാറ്റം ചെയ്താൽ, ഇവിടെ ശരത്ത് പറഞ്ഞ മുംബൈ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള, ഏറ്റവും വലിയ വാണിജ്യ മൂല്യങ്ങളുള്ള മുംബൈ പോലുള്ള വിമാനത്താവളത്തിനകത്ത് ആ മാനേജ്മെൻറ്റ് ചെയ്തതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി അന്വേഷണം നടത്തി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് മാത്രമാണോ? എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പ്രൈവറ്റ് മുതലാളിമാർ അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളിൽ ആകെ ലക്ഷ്യം അവരുടെ സമ്പാദ്യമാണ്, അവരുടെ ഇതുമായി ബന്ധപ്പെട്ട വാണിജ്യവൽക്കരണമാണ്. അതെല്ലാം പീസായിട്ടാണ് പോകുന്നത്. 50 വർഷം തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലേക്ക് കിട്ടിയാൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് സന്ദീപിന് ഭാവിയിൽ അറിയാൻ പറ്റും, നമുക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ പ്രശ്നം പൊതുമേഖലയിൽ ലാഭകരമായി, ഞാൻ ഒരു മിനിറ്റ് ശരത്തെ, ലാഭകരമായി പൊതുമേഖലയിൽ നിൽക്കുന്ന ഇല്ല, ഞാൻ പറഞ്ഞത് മുംബൈയും ഡൽഹിയും സ്വകാര്യവൽക്കരിച്ചത് പരാജയമാണെന്ന് CAG റിപ്പോർട്ടുണ്ട്, അതുകൂടെ പറയണം. CAG റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്തതിന്റെ പേരിലുള്ള വൻപിച്ച നഷ്ടങ്ങളാണ്, വാണിജ്യവൽക്കരണമാണ്, കച്ചവടമാണ് നടക്കുന്നതെന്ന തെളിവാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഇതുപോലെ ഈ സന്ദീപിൻ്റെ ബഹളം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏത് ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന് വളർന്ന് വലുതായി വന്ന സ്വകാര്യ കമ്പനികൾ എത്ര എണ്ണം പൂട്ടി? അതിന് ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? അവരുണ്ടാക്കിയ കടങ്ങളുടെ ബാധ്യത ആര് പേറേണ്ടി വരുന്നു? ആരാണിത് കണ്ടുപിടിക്കാൻ പോകുന്നത്? എത്രയോ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ആ സ്വകാര്യവൽക്കരണം അമ്പേ പരാജയമാണെന്ന് തെളിഞ്ഞതാണ് ടെലികോം മേഖല, പ്രൈവറ്റ് ഫോണുകൾ, ഇൻഷുറൻസ് മേഖലകൾ, അതുപോലെ തന്നെ വിമാന കമ്പനി. ടെലികോം മേഖലയെ പറഞ്ഞു പോകാമോ? ഇപ്പൊ 4-5 വിമാനം ടെലികോം മേഖല സ്വകാര്യ മേഖലയുടെ കയ്യിലായി പോയി. BSNL അവശതയിലായി എന്ന് പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നത് കൂടെ മൊത്തം അവർക്ക് കൊടുക്കുകയാണ്. 75,000 ടെലിഫോൺ കണക്ഷൻ ഒക്കെ മേടിച്ച കാലം കഴിഞ്ഞു പോയില്ലേ? ജിയോയുടെ കയ്യിലായിരുന്നാണ് ആ കാലമൊക്കെ പണ്ടേ പോയി സന്ദീപേ. അപേക്ഷ കൊടുത്താൽ ഫോൺ കിട്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാര്യമായി പറഞ്ഞത്, പണ്ടുള്ള കാര്യം ഇപ്പൊ പറഞ്ഞിരുന്ന കാര്യമുള്ളേ. പ്രൈവറ്റൈസേഷൻ സന്ദീപിനെ പോലെ ഒരാള് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒച്ച വെക്കാനൊന്നും ഞാൻ തയ്യാറല്ല. സന്ദീപിനെ പോലൊരു ചെറുപ്പക്കാരൻ ഇതുപോലൊരു ചാനലിൽ വന്നിരുന്നിട്ട് പ്രൈവറ്റൈസേഷൻ ആണ് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ പോകുന്നത് എന്ന് കാണുന്നത് ദുഃഖകരമാണെന്ന് മാത്രമല്ല, താങ്കൾ കൂടി ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോവുകയാണ്. താനും തന്റെ സന്തതി പരമ്പരകളും ഇത് അനുഭവിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ നാശത്തിനാണ്. വളരെ നരസിംഹറാവുവിനെയാണ് നമുക്ക് ഇതിലെല്ലാം കുറ്റപ്പെടുത്തേണ്ടത്. നെഹ്റുവിന്റെ സന്തതി പരമ്പരകളുടെ ശാപം മുഴുവൻ അങ്ങനൊന്നും ഒരു ശാപമില്ല. സന്ദീപേ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറയരുത്. PV നരസിംഹറാവു കൊണ്ടുവന്ന
അന്നത്തെ നയവ്യതിയാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ അതിന്റെ സമയവുമല്ല. അതിനുള്ള സമയവുമില്ല. അതൊന്നും സന്ദീപിന് അറിയില്ല. സന്ദീപിന് അത് അറിയില്ല. അതുകൊണ്ടാണ് സന്ദീപിന് അറിയാത്ത കാര്യമാണ്. ഇപ്പൊ വെച്ചുകൊണ്ട് ഇപ്പോഴത് അറിഞ്ഞുകൊണ്ട് അത് എന്തറിയോ, വായിച്ച് പഠിക്കുന്നതും പിന്നെ ആരെങ്കിലും പറഞ്ഞു തരുന്നതും അനുഭവസ്ഥരായ ഞങ്ങളെ പോലുള്ളവർ പറയുന്നതുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് അനുഭവത്തിലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവത്തില്ല. അങ്ങയുടെ പാർട്ടി നടപ്പാക്കിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ശരി ശരി, അതിന്റെ തിരിച്ചടികൾ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഒരു മിനിറ്റ് ശരത്തെ, ഞങ്ങളുടെ പാർട്ടി നടപ്പാക്കിയതാണ് മൊത്തം. അതാണ് വിറ്റ് തുലയ്ക്കുന്നത്. അതാദ്യം മനസ്സിലാക്ക്. ഈ രാജ്യത്ത് ഇത് മുഴുവൻ പടുത്തുയർത്തിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സ്വത്താണ് നിങ്ങൾ വിൽക്കുന്നത്. ആര് പറഞ്ഞു നിങ്ങളുടെ വിൽക്കാൻ? 5 വർഷത്തേക്ക് അധികാരത്തിൽ ഇത് മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേദന തോന്നുന്നത്. മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്ന നിങ്ങളത് മൻമോഹൻ സിംഗിന്റെ സമയത്ത്, നരസിംഹറാവുവിന്റെ സമയത്ത് അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അവസാനമായി താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ അങ്ങനെയൊന്നും വെറും ബാലിശമായിട്ട് വർത്താനം പറയരുത്. നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ വാജ്പേയിയുടെ ഗവൺമെന്റ് BJP ആയിരുന്നല്ലോ. അന്ന് സ്വകാര്യവൽക്കരിക്കാൻ നോക്കിയല്ലോ. എത്ര സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു? എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് പറ്റിയില്ല? അടൽ ബിഹാരി വാജ്പേയി അല്ല നരേന്ദ്രമോദി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടൽ ബിഹാരി വാജ്പേയി അല്ല നരേന്ദ്രമോദി. ഇവിടെ പറഞ്ഞതുപോലെ അദാനിയും അംബാനിയും നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന ഒരു ഇക്വേഷനിലേക്ക് പോകരുത്. ഇത് പറയുമ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ, കേരളത്തിലെ 19 UDF MPമാരിൽ ഒരാൾക്ക് വ്യത്യസ്തമായ നിലപാടാണ്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ് ശരി, അതിൽ അദാനി വിമാനത്താവളം കൊണ്ടുപോകട്ടെ എന്ന നിലപാടോടുകൂടിയല്ലേ ശശി തരൂർ MP നിൽക്കുന്നത്. ശരത്തെ ഒരു കാര്യം പറയാം. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രാഷ്ട്രീയം മാത്രമല്ലല്ലോ. ശശി തരൂര് പല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു 130 കോടി ജനങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ശശി തരൂർ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. എന്താ പറഞ്ഞേ? 8 കോടി ജനങ്ങളെ വേണ്ടെന്ന് വെച്ചോ പ്രധാനമന്ത്രി? അതുപോലെയാണോ ഇത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ എന്ന് പറഞ്ഞ MPക്ക് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് എടുക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ബാധകമല്ലാത്ത ആളാണോ ശശി തരൂർ MP? അങ്ങനല്ല. ശശി തരൂരിനെ ആത്മഹത്യാപരമാണ് സ്വതന്ത്രമായി ഇപ്പൊ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വിദേശ യാത്രകളെ സംബന്ധിച്ച് ഒരഭിപ്രായം ഗവൺമെന്റ് പറഞ്ഞു. ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സ്വാഭാവികമായിട്ടും അപ്പൊ അന്ന് അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഒരു കാര്യം അതായത് ഇന്നത്തെ സർവകക്ഷി യോഗം ഒന്ന് സങ്കല്പിക്കുക. തിരുവനന്തപുരത്തെ MP ആണ് എന്ന് കരുതി അദ്ദേഹത്തെ കൂട്ടിപ്പോകാൻ KPCC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ കഴിയുമോ? അതിനുള്ള ഒരു തൻ്റെടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ കേരളത്തിൽ? അല്ല, ശരത്തെ ഒരു കാര്യം മനസ്സിലാക്കിയോ? സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ അത് കക്ഷികളുടെ യോഗമാണ്. അല്ല, ഞാൻ അതറിയാതെ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായില്ല. അല്ലല്ല, തിരുവനന്തപുരത്തെ MP വിളിച്ചോണ്ട് പോകണോ വേണ്ട? തിരുവനന്തപുരത്തെ MP വിളിച്ചോണ്ട് പോകണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതാരാ? ഞാൻ അതിന്റെ പൊരുൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. പാർട്ടി തീരുമാനിച്ചോളും ആര് പങ്കെടുക്കണം എന്നുള്ളത്. അല്ല, ശ്രീ ചന്ദ്രശേഖരൻ, പാർട്ടി തീരുമാനിച്ചോളും. വിജയകുമാർ ശശിധരനൊന്നും പറ്റില്ല. ചന്ദ്രശേഖരൻ, ശശി തരൂരിന് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ നിലപാട് തികച്ചും ആത്മഹത്യാപരമാണ്. അദ്ദേഹത്തിന് എങ്ങനെ നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കാൻ പറ്റും? ഒരു മിനിറ്റ്. ശശി തരൂര് അഭിപ്രായ പ്രകടനങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് ക്ലിപ്പിംഗ്സ് കണ്ടു. ഒരു മിനിറ്റ്. രാജ്യത്തിന്റെ പൈതൃക സ്വത്തുക്കളെ കുറിച്ച്, രാജ്യത്തിന്റെ അഭിമാനങ്ങളെ കുറിച്ച്, രാജ്യത്തെ ചൂഷണം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ശശി തരൂരിന്റെ പ്രസംഗം നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഒരു വിശ്വ പൗരനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും.
കോൺഗ്രസിൻ്റെ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയും, പാർട്ടി അത് ചെയ്യും. ശ്രീ വിജയകുമാർ ഒറ്റ വാചകത്തിൽ തൃപ്തി തോന്നുന്നുണ്ടോ ശശി തരൂരിനെ കുറിച്ചുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം? അദ്ദേഹം ഏത് നിലവാരത്തിലുള്ള ആളാണെങ്കിലും, വിശ്വപൗരനല്ല ഏത് നിലവാരമായാലും, അദ്ദേഹം നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രിവാൻഡ്രത്തിൻ്റെ പാർലമെൻറ്റ് അംഗമാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള നിലപാട് തിരുത്തണം, അല്ലെങ്കിൽ ഇത് ആത്മഹത്യാപരമായ ഒരു കാര്യമായി മാറും. സന്ദീപ് കാണുന്നത് ഇത് കോൺഗ്രസിനകത്തെ വ്യത്യസ്ത നിലപാടിന്റെ ഒരു സൂചനയായിട്ടാണോ സന്ദീപ് കാണുന്നത്? അല്ലല്ല, കോൺഗ്രസിന് ഈ എയർപോർട്ട് സംബന്ധമായിട്ട് ഒരു അഭിപ്രായമുണ്ട്. അനുസരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ വിശ്വപൗരനായി കഴിഞ്ഞാൽ നാടിന് നന്മയുള്ളതെല്ലാം അംഗീകരിക്കാം. അപ്പോൾ ഇവിടെ താഴെയുള്ള കോൺഗ്രസ്സുകാർക്കൊന്നും ഇതേവരെ ആ വിശ്വപൗരത്വ ബോധം ഉണ്ടാകാത്തതുകൊണ്ട് അവരൊന്നും അംഗീകരിക്കുന്നില്ല, അത് മാത്രമേ ഉള്ളത്. ശ്രീ ചന്ദ്രശേഖരൻ വളരെ ലളിതമായ മറുപടി. ഞാൻ പറഞ്ഞ ലളിതമായ മറുപടി, ശശി തരൂർ കോൺഗ്രസിന്റെ എം പി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം എടുത്ത് അറിയിക്കും. അപ്പോൾ അത് അറിഞ്ഞാൽ അതിനകത്തൊരു ഒരു അഭിപ്രായം, ഒരു ലോജിക്ക് അതുണ്ട്. താങ്കൾക്ക് വ്യക്തിപരമായി യോജിപ്പുണ്ടോ അതിനോട്? അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീ ചന്ദ്രശേഖരന് എനിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലപാടുണ്ട്, വ്യക്തമായ നിലപാടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇന്ന് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്. അത് ശശി തരൂർ ഫോളോ ചെയ്യുന്നതാണ് രാഷ്ട്രീയമായ ഔചിത്യം എന്ന് കരുതുന്നയാളാണോ ശ്രീ ചന്ദ്രശേഖരൻ? മാത്രമല്ല അദാനിയുടെ ഈ അങ്ങനെയാണോ ശരത്തെ അങ്ങനെയാണോ ഇന്ന് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് അന്വേഷിച്ചിട്ട് ഞാൻ ചോദിച്ചത് ശ്രീ ചന്ദ്രശേഖരൻ എന്ന നേതാവിന്റെ അഭിപ്രായത്തിൽ ശ്രീ ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാടിനും വികാരത്തിനും ഒപ്പം അഭിപ്രായം സ്വീകരിക്കണം, ഈ നിലപാട് തിരുത്തണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? എന്റെ നിലപാട് ഇന്ന് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടാണ് എന്റെ നിലപാട്. അത് തരൂരിനും ബാധകമാണോ? എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസിന്റെ എം പിമാരായാലും എം എൽ എമാരായാലും എല്ലാവർക്കും ബാധകമാണ്. ശ്രീ ജോർജ് ജോസഫ്, അവസാനം ഒരു താങ്കളുടെ കൂടി ഒരു അഭിപ്രായത്തോടുകൂടി ഈ ചർച്ച നമ്മൾക്ക് അവസാനിപ്പിക്കാം. താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, ഈ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ സംഭവിച്ചു പോയതാണ്. ശരത്തെ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ടൈറ്റിൽ ഡീഡ് ആരുടെയിലാണെന്നൊരു ചോദ്യം പറഞ്ഞു. ഒരു ഉടമസ്ഥാവകാശം ഒരാളുടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ, മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് എന്ത് തരത്തിലുള്ള ചമയങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ കെട്ടിടങ്ങളോ ചമയങ്ങളോ സൃഷ്ടിക്കാനും എല്ലാം ഉള്ള അവകാശം അത് ബിഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുകയാണ്. അതിന്റെ അർത്ഥം നാളെ അവിടെ ഒരു ഹോട്ടലോ വേറെ എന്തെങ്കിലും സമുച്ചയങ്ങളോ ആ സ്ഥലത്ത് അദാനിക്ക് പണിയാൻ കഴിയും. അങ്ങനെ പണിത് അതിന്റെ ആദായം കൂടി അദാനി എടുക്കും. അപ്പോ അവിടെ ഉടമസ്ഥാവകാശമുണ്ട്, ലാൻഡിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേരള ഗവൺമെന്റ് കാര്യമുള്ളൂ. അപ്പൊ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത് മനസ്സിലായി ശ്രീ ജോർജ് ജോസഫ്. അതായത് 50 വർഷം കഴിഞ്ഞ് കിട്ടുന്നതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ആശ്വസിക്കണമോ, അതോ ഈ ആദായം അത് അദാനിക്കോ കേരളത്തിനോ നാടിനോ അവകാശപ്പെട്ടത്? ഏതായാലും ഒരു സിവിൽ വ്യവഹാരങ്ങളിലെ ഒരു വാചകം മാത്രം ഓർക്കുന്നു, പാട്ടമാണല്ലോ ഉടമസ്ഥാവകാശമല്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പൊസഷൻ ലീഡ്സ് ടു ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ദീർഘമായ കൈവശാവകാശം അത് ഉടമസ്ഥതയ്ക്ക് തുല്യമാകും. ഇനിയും അത് തുടർന്നും അങ്ങോട്ട് കേരളത്തിനും നമ്മുടെ സമൂഹത്തിനും നിയമപരമായും സാങ്കേതികമായും ഒരു പൗരബോധത്തിൽ നിന്നുകൊണ്ടും ഈ വിമാനത്താവളം കേരളത്തിൻ്റെതായി നിലനിൽക്കണമോ എന്ന ചോദ്യം ഉയരും. ചർച്ച തുടരും. വളരെ ശക്തമായ നിലപാട് കേരളം സ്വീകരിക്കുന്നു. ആ നിലയിൽ BJP വിയോജിച്ചും നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, കോടതി എന്തൊക്കെയാവും ഇതിൽ ഇനി സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾക്ക് കാണാം. ന്യൂസ് ആൻഡ് വ്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.